കണ്ണേട്ട, ഇങ്ങനെയൊക്കെ ചോദിക്കാതെ ഇപ്പം നന്നായി വിശ്രമിക്കേണ്ട സമയമാണ്. അവൾ അവനിൽ നിന്ന് മുഖം മറച്ചു. എൻ്റെ ഹെൽത്തിനെ പറ്റി എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാം. ഞാൻ ചോദിച്ചതിന് തൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി മാത്രമാണ് ഇപ്പം എനിക്ക് ആവശ്യം. കണ്ണേട്ടനിപ്പോൾ ചോദ്യത്തിനുള്ള മറുപടിയല്ലേ വേണ്ടത്? ഇനി എനിക്ക് മറ്റൊരാളെ ഭർത്താവായി സങ്കല്പിക്കാൻ സാധിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പുരുഷനുണ്ടാവില്ല. പക്ഷേ അതിനർത്ഥം ഞാൻ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി കിടക്കില്ല. അതോർത്ത് കണ്ണേട്ടൻ വിഷമിക്കണ്ട. കണ്ണേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ തമ്മിലുള്ള ഉടമ്പടി പോലെ തന്നെ ഞാനൊരു വർഷം കഴിയുമ്പോൾ തിരിച്ചു പോകും. പക്ഷെ മറ്റൊരു ജീവിതത്തിലേക്ക് പോകാൻ എനിക്ക് സാധിക്കില്ല. അത് എൻ്റെ ചില വിശ്വാസങ്ങളാണ്. എനിക്ക് മറ്റൊരാളിനെ ഈ സ്ഥാനത്തേക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഒരു ബാധിതനായി കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവില്ല. വാക്ക് വ്യത്യാസം കാണിക്കില്ല സരയു. ഉറച്ചവളുടെ മറുപടിയിൽ മിഥുൻ്റെ സകല പ്രതീക്ഷകളെയും തകിടം മറിഞ്ഞു. അവളുടെ മറുപടിയിൽ അവൻ പാടെ തകർന്നു. ഇനി എന്തിനാണ് കണ്ണേട്ടന് മറുപടി വേണ്ടത്? വേണ്ട, ഇനിയൊരു കാര്യവും പറയണ്ട. എല്ലാ കാര്യങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ തന്നു കഴിഞ്ഞു. ചില വിശ്വാസങ്ങൾ കൊണ്ട് മാത്രം തനിക്ക് എന്നെ അല്ലാതെ മറ്റൊരാളെ ഭർത്താവായി കാണാൻ സാധിക്കില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ നോ ദാറ്റ്. എനിക്ക് മനസ്സിലായി. അമ്മ ഉണർന്നിട്ടുണ്ടാവും. താൻ അവിടേക്ക് ചെല്ല്. അസ്വസ്ഥതയോടെ അവൻ പറഞ്ഞു. എന്താ കണ്ണേട്ടാ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒന്നുമില്ല. കുറച്ച് സമയം എനിക്ക് ഒറ്റയ്ക്കിരിക്കണം പ്ലീസ്. അവൻ മുഖം മാറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവൾക്ക് അസ്വസ്ഥത തോന്നിയിരുന്നുവെങ്കിലും ഒന്നും പറയാതെ അവൾ മുറിയിൽ നിന്നും ഇറങ്ങി അരുന്ധതിയുടെ മുറിയിലേക്ക് പോയി. അവളുടെ മനസ്സിൽ തന്നോട് പ്രണയമല്ല, ഒരു പ്രതിബദ്ധത മാത്രമാണുള്ളത്. ചിലപ്പോൾ ഒരു പുരുഷനോട് തോന്നുന്ന ആരാധനയായിരിക്കും. കഴുത്തിൽ താലി ചാർത്തിയവനോട് അവൾ കാണിക്കുന്ന പരിഗണനയായിരിക്കും. അതിനപ്പുറം മറ്റു വികാരങ്ങളൊന്നും അവളുടെ മനസ്സിലില്ലെന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു ആ സമയമപ്പോൾ. താലി ചാർത്തിയ പുരുഷനോട്, സീമന്തരേഖ ചുവപ്പിച്ചവനോട് അവൾക്കൊരു ഹൃദയബന്ധമുണ്ട്. അത് മാത്രമാണ് അവൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്തേക്ക് മറ്റൊരുവനെ അവൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അതിനപ്പുറം തന്നോട് പ്രത്യേകമായ അഭിനിവേശമൊന്നും അവൾക്കില്ല. തെറ്റ് തൻ്റേതാണ്. വീണ്ടും ഒരു കൂട്ട് ആഗ്രഹിച്ചത് തൻ്റെ തെറ്റ്. അവൾക്ക് തന്നോട് പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ചതും തൻ്റെ തെറ്റ് മാത്രമാണ്. എല്ലാം തൻ്റെ മാത്രം തെറ്റാണ്. സ്വയം സൃഷ്ടിച്ചൊരു കുറ്റബോധത്തിൻ്റെ കൂട്ടിൽ ഒരുങ്ങുകയായിരുന്നു അവന്. മനസ്സിനെ അവന് വരുതിയിലെത്തിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അരുന്ധതിക്കരികിൽ ഇരിക്കുമ്പോഴും അവളുടെ മനസ്സ് അവൻ്റെ അരികിൽ തന്നെയായിരുന്നു. അവൻ്റെ അസ്വസ്ഥമായ മുഖം എന്താണ് തന്നോട് പറയാതെ പറയുന്നത് എന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു. അരുന്ധതിക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടയിലും ഇടയ്ക്കിടെ ഓർമ്മകൾ അവിടേക്ക് തന്നെ ഓടിപ്പോയി. പിന്നീട് മുറിയിലേക്ക് പോകാനുള്ളൊരു ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. അരുന്ധതിക്കൊപ്പം തന്നെയായിരുന്നു അവൾ ഉറങ്ങിയത്. രാവിലെ മാനേജർ ബെന്നിയുടെ ശബ്ദമാണ് ഇരുവരെയും ഉണർത്തിയത്. സാർ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ. സാറിനൊരു 1 മണിയൊക്കെ ആയാലേ ഡിസ്ചാർജ് ചെയ്യൂ. അത്രയും സമയം നിങ്ങളിവിടെ ഇരുന്നാൽ അത് ബുദ്ധിമുട്ടാവും. കണ്ണേട്ടൻ ഉണർന്നോ? ആകാംക്ഷയോടെ സരയു തിരക്കി. മുറിയിലുണ്ട് മാഡം. മുഖം കഴുകി അവൾ നേരെ അവൻ്റെ മുറിയിലേക്ക് ചെന്നു. അവൾ ചെന്നപ്പോൾ ഉണർന്നിരിക്കുകയായിരുന്നു മിഥുന്. എന്തോ ചിന്തയിലാണ്. തലേ രാത്രിയിൽ താൻ കണ്ട നേഴ്സും മുറിയിലുണ്ട്. ഇഞ്ചക്ഷൻ എടുക്കുകയാണ്. ആ കുട്ടി തൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. താൻ കൊടുത്ത ഉറപ്പിന്മേലാണ് ആ നോട്ടമെന്ന് അവൾക്ക് മനസ്സിലായി. തന്നോട് പോലും സംസാരിക്കാത്ത ഒരാളോട് എങ്ങനെയാണ് താൻ ഈ ആവശ്യം പറയുക? മടിച്ചാണെങ്കിലും അവൻ്റെ അരികിലേക്ക് ചെന്നു. അവളെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ ഇരിക്കുകയായിരുന്നു അവന്. അവൾക്കൊരു പുഞ്ചിരി നൽകി നേഴ്സ് ഇറങ്ങി. അവളെ ഒന്ന് നോക്കിയിട്ട് അവൻ പറഞ്ഞു, പുറത്ത് ഡ്രൈവറുണ്ട്, നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോ. ഞാൻ വരെ ഒരുപാട് താമസിക്കും. അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ മറുപടി പറഞ്ഞത്. കണ്ണേട്ടൻ ചായ കുടിച്ചായിരുന്നോ? അതൊക്കെ ബെന്നി സമയാസമയത്ത് എത്തിക്കുന്നുണ്ട്. താൻ ആ കാര്യങ്ങളൊന്നും ഓർത്ത് ബോധേഡാവണ്ട. പൗരുഷമായി അവൻ്റെ സംസാരം കേട്ട് അവൾക്ക് മുഖത്തൊരടി കിട്ടിയ പോലെ തോന്നിയിരുന്നു. അപ്പോഴേക്കും ബെന്നി മുറിയിലേക്ക് വന്നു. സരയുവിനെ കണ്ടുകൊണ്ട് എന്നെ നേർത്ത പുഞ്ചിരി സമ്മാനിച്ച് അയാൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ മിഥുൻ അയാളെ വിളിച്ചു. നിങ്ങൾ സംസാരിച്ചോ സർ, ഞാൻ പിന്നെ വരാം. പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല, കയറിപ്പോര്. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ മീഡിയയോട് ഉണ്ടാവരുത്. എല്ലാവരെയും ഫേസ് ചെയ്യാൻ വയ്യ. ഒന്നാമത് ഞാൻ ടയേർഡാണ്. താല്പര്യമില്ലാതെ അവൻ ബെന്നിയോടായി പറഞ്ഞു. അത് മീഡിയ ഉണ്ടാവരുതെന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ സർ. പുറത്ത് അവരുണ്ടാകും. പിന്നെ അവരെ മുൻപിലെത്തിക്കാതെ കൊണ്ടുപോകാൻ ഏതെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് നോക്കാം. ആശുപത്രിയുടെ പുറകിലൂടെ. അത് മതി. അവർ കാണാതിരുന്നാൽ മതി. താനൊന്ന് പിടിച്ച് എനിക്ക് ബാത്റൂമിൽ പോകണം.
സരയു അവിടെ നിന്നിട്ടും അവളെ ഗൗനിക്കാതെ അവൻ പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവളുടെ ഹൃദയത്തിലൊരു വേദന കൊരുത്തു വലിച്ചു. ബെന്നി ഒന്നും മനസ്സിലാവാതെ സരയുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. മിഥുനാണെങ്കിൽ ഒരു ഭാവഭേദമില്ലാതെ നിൽക്കുകയാണ്. പറഞ്ഞതനുസരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് തന്നെ ബെന്നി അവനെ താങ്ങി പിടിച്ചു. ഒരു കാഴ്ചക്കാരിയെ പോലെ അരികിൽ നിന്നവരുടെ മിഴിയിൽ നിന്ന് കണ്ണുനീർ പൊടിയുന്നുണ്ടായിരുന്നു. ഒന്നുറക്കെ കരയാൻ അവൾക്ക് തോന്നി. എങ്കിൽ പിന്നെ അമ്മയുടെ അടുത്തേക്ക് ചെല്ല്, അവളോട് അത്രയും പറഞ്ഞ് അവനൊപ്പം നടന്ന് നീങ്ങിയപ്പോൾ അറിയാതെ അവളുടെ മിഴികൾ നനഞ്ഞു തുടങ്ങിയിരുന്നു. 2 വട്ടമായി അവൻ പറയാതെ പറയുന്നത് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകാനാണെന്ന് അവൾക്ക് മനസ്സിലായി. തൻ്റെ സാന്നിധ്യം അവൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവൾക്ക് തോന്നി. അരുന്ധതിക്കരികിലേക്ക് നടക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ ഉറവ് പൊട്ടിയിരുന്നു. അപ്പോഴേക്കും ചുരിദാർ അണിഞ്ഞ് നഴ്സ് പോകാൻ തയ്യാറായി വന്നു. എനിക്ക് നൈറ്റായിരുന്നു മാഡം, ഞാൻ പോവാണ്. പ്രതീക്ഷയേറ്റ് ആ പെൺകുട്ടിയോട് എന്ത് പറയണമെന്ന് അറിയാതെ ഞാൻ നിന്നു. എങ്കിലും ഒരു തുണ്ട് പേപ്പറിൽ അവളുടെ ഫോൺ നമ്പർ അവൾ വാങ്ങിച്ചു. ഞാൻ വിളിക്കാം. ആളുടെ മൂടൊട്ടും ശരിയല്ല, ഇപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കില്ല. സാരമില്ല, എനിക്ക് മനസ്സിലാകും. അത് പറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ച ആ പെൺകുട്ടി നടന്നു നീങ്ങിയപ്പോൾ യാന്ത്രികമായി അവളും നടന്നിരുന്നു. ഡ്രൈവർ വന്ന് വിളിച്ചപ്പോഴാണ് 2 പേരും പോകാനായി എത്തിയത്. മുറിയിലേക്ക് ചെന്ന് മിഥുനോട് യാത്ര പറഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടെ അരുന്ധതിയോട് പെരുമാറിയവൻ അവളെ ഗൗനിച്ച് പോലുമില്ല. അവഗണനയുടെ വേദന മനസ്സിലാക്കുകയായിരുന്നു സരയു. ഓരോ അകൽച്ചയും അവളെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ടായിരുന്നു. യാത്ര പറയും മുൻപ് ആ മിഴികൾ ഒരിക്കൽ കൂടി അവൻ്റെ മിഴികളുമായി കോർക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. വീട്ടിലെത്തി മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ നിരവധി മിഡ്സ് കോൾ ഉണ്ട്. അച്ഛനാണ്, വിവരം അറിഞ്ഞിട്ടുണ്ടാവും, അതിനെപ്പറ്റി ചോദിക്കാനാണ്. ഫോൺ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും പഴയതുപോലെ സംസാരിക്കാൻ മനസ്സ് അനുവദിച്ചിരുന്നില്ല. മനസ്സിനെ വരിഞ്ഞു മുറുക്കുന്ന എന്തൊക്കെയോ വേദനകൾ നിലനിൽക്കുന്നു എന്നവൾക്ക് മനസ്സിലായി. പിന്നീട് വൈകുന്നേരത്തോടെയാണ് മിഥുനെത്തിയത്. ഡ്രൈവറും ബെന്നിയും കൂടി ചേർന്നാണ് മുറിയിലേക്ക് കിടത്തിയത് പോലും. ഇതിനിടയിലും അവൻ്റെ ദൃഷ്ടി അവളിൽ പതിഞ്ഞില്ല. തൻ്റെ സാന്നിധ്യം ആവശ്യമില്ലാത്തതിൻ്റെ മുൻപിലേക്ക് ഇനി പരമാവധി പോകാതിരിക്കാൻ പാടില്ല എന്ന് സരയു തീർത്തു. തൻ്റെ സാന്നിധ്യം കൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് അവനും തീരുമാനിച്ചു. ഇരുമനസ്സിലും ഒരു ശീതയുദ്ധം തുടങ്ങുകയായിരുന്നു. മിഥുനെ മുറിയിലേക്ക് ആക്കിയതിനു ശേഷവും സരയു അവിടേക്ക് ചെന്നില്ല. എന്തെങ്കിലും പറഞ്ഞാലോ എന്ന ഭാവമായിരുന്നു അതിന് കാരണം. അപ്പോഴാണ് ലക്ഷ്മി ഒരു ഗ്ലാസ് പാല് കൊണ്ട് കയ്യിൽ കൊടുത്തത്. മോളെ, കണ്ണൻ കുഞ്ഞിന് കൊടുത്തേക്ക്. ഒരുപാട് ക്ഷീണം കാണും, ഇനി ഡയറ്റൊന്നും നോക്കണ്ട. അതുമായി എങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത് എന്ന് പോലും ഒരു സംശയം ആ നിമിഷം അവൾക്ക് തോന്നിയിരുന്നു. അവസാനം രണ്ടും കൽപ്പിച്ച് അവൾ മുകളിലേക്ക് നടന്നു. എന്തൊരു പേടി പോലെ തോന്നിയിരുന്നു. ബെന്നി അപ്പോഴേക്കും പുറത്തിറങ്ങുമായിരുന്നു. മാഡം, ഞാൻ നിൽക്കുന്നില്ല, സാറ് പറഞ്ഞു പോയിക്കോളാൻ. ഞാൻ രാവിലെ വരാം. ശരി. മുറിക്കുള്ളിലേക്ക് കടന്നപ്പോൾ കണ്ണിന് മുകളിൽ കൈവച്ചിരിക്കുകയായിരുന്നു മിഥുന്. ഒന്നും മിണ്ടാതെ അവൾ അവൻ്റെ അരികിലുള്ള ടീപ്പോയിൽ പാല് വെച്ചതിനു ശേഷം പതിയെ പറഞ്ഞു, പാല് ലക്ഷ്മിയമ്മ തന്നതാണ്. ആ കൈ പോലൊന്നും മാറ്റാതെ അവൻ മൂളിയപ്പോൾ ഒന്നും മിണ്ടാതെ അവൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. വല്ലാത്തൊരു വേദന അവളെ പിന്തുടർന്നു കൊണ്ടേയിരുന്നു. ബാൽക്കണിയിൽ ചെന്ന് അക്വേറിയത്തിൻ്റെ അരികിൽ വന്ന് ചൂരൽ കസേരയിലേക്ക് അവൾ ഇരുന്നു. ദുഃഖം വന്നാലും സന്തോഷം വന്നാലും എവിടെ വന്നാണ് ഇരിക്കാറുള്ളത്. മിഴികൾ നിറഞ്ഞു തുടങ്ങി. എന്തിനാണ് ഉള്ളം ഇത്രയും വേദനിക്കുന്നത്? അവൻ്റെ അവഗണന തന്നെ പുകച്ചു തുടങ്ങിയോ? എത്ര സമയം അവിടെ അങ്ങനെ ഇരുന്നു എന്നറിയില്ല. ഇടയ്ക്കെപ്പോഴോ കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയിരുന്നു. ഉറക്കം എഴുന്നേറ്റപ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു. ആ നിമിഷമാണ് മിഥുനെക്കുറിച്ച് ഓർത്തത്. പെട്ടെന്ന് അവൾ മുറിയിലേക്ക് ചെന്നു. അവൻ പതുക്കെ സ്റ്റിക്ക് ഉപയോഗിച്ച് ബാത്റൂമിലേക്ക് നടക്കാൻ തുടങ്ങുവാണ്. എന്താ കണ്ണേട്ടാ ഇത്? ഒറ്റയ്ക്ക് നടന്ന് വീണു പോയാലോ? ഞാൻ കൂടെ പിടിക്കാം. ചെന്ന് അവൻ്റെ കൈകളിലേക്ക് പിടിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അവളെ തടഞ്ഞു. ജീവിതത്തിൽ മുഴുവൻ ഒറ്റയ്ക്ക് നടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. താങ്ങാനെന്നും താനുണ്ടാവില്ലല്ലോ. 1 വർഷത്തിനു ശേഷം വീണ്ടും ഞാൻ ഒറ്റയ്ക്ക് നടക്കാനുള്ളതല്ലേ? അത്രയും പറഞ്ഞ് അവളുടെ സഹായമില്ലാതെ അവൻ അകത്തേക്ക് കയറിയപ്പോൾ ഒരു നിമിഷം ഇത്രയും നേരം കെട്ടിനിന്നിരുന്ന വേദന പെട്ടെന്ന് തന്നെ കെട്ടഴിഞ്ഞു പോയത് സരയു അറിഞ്ഞു. അതിൻ്റെ ശബ്ദം അവൻ കേൾക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് സാരത്തുമ്പ് കൊണ്ട് വാമറച്ച് പുറത്തേക്ക് ഓടിയവൾ. മണ്ണിനെ പുണർന്നുകൊണ്ടെത്തിയ മഴയുടെ ശബ്ദത്തിൽ അവളുടെ എങ്ങലടികൾ ജതികളും ഉയർന്നു പൊങ്ങി. പിന്നെ ഒന്ന് ശാന്തമായി. എന്തിനാണ് അവൻ തന്നോട് അവഗണന കാണിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? അതുമാത്രമായിരുന്നു അവളുടെ മനസ്സുകളോട് ചോദിച്ചുകൊണ്ടിരുന്നത്. മുഖം കഴുകിയവൾ താഴേക്ക് ചെന്നു. വല്ലാത്തൊരു ഒറ്റപ്പെടൽ അവൾക്ക് ഫീൽ ചെയ്തു. അടുക്കളയിൽ അരുന്ധതിയും ലക്ഷ്മിയും ഉണ്ട്. അവരോടൊക്കെ എന്തൊക്കെയോ സംസാരിച്ചെന്ന് വരുത്തി. അതിനുശേഷം മുകളിലേക്ക് പോയി. കുഞ്ഞെ, കുട്ടിയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. കണ്ണൊക്കെ തളർന്നിരിക്കുക. ഒരു വിളർച്ച പോലെ. എനിക്ക് തോന്നുന്നത് എന്തോ വിശേഷം നടക്കാൻ പോകുന്നതാണ്.
ലക്ഷ്മി എന്ന് പറഞ്ഞപ്പോൾ അരുന്ധതിയുടെ മുഖം വിടർന്നിരുന്നു. ആയിരിക്കുമോ ലക്ഷ്മി? കുട്ടിയുടെ ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ലക്ഷ്മി വീണ്ടും അവളുടെ സംശയം അരുന്ധതിയോട് പറഞ്ഞു. കുട്ടിയെ ഡോക്ടറെ കാണിക്കണം. നാളെ തന്നെ കൊണ്ട് കാണിക്കാം. എനിക്കറിയാതെ ഒരു സമാധാനവും ഇല്ല. കണ്ണൻ്റെ കുഞ്ഞിനെ കൂടി ഒന്ന് കാണാനുള്ള ഭാഗ്യം തന്നാൽ മതിയായിരുന്നു ഈശ്വര എനിക്ക്. അരുന്ധതി സങ്കടത്തോടെ പ്രാർത്ഥിച്ചുപോയി. അരുന്ധതിക്ക് ഉത്സാഹമായി. ആദ്യം ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ, അതാ നല്ലത്. മോളോട് ചോദിക്ക്. എന്നിട്ട് മതി ആശുപത്രി കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ ഉറക്കമിഴിച്ചു കൊണ്ടതാണെന്ന് അറിയില്ലല്ലോ നമുക്ക്. ലക്ഷ്മി വീണ്ടും സംശയം പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ ലക്ഷ്മി. അതും പറഞ്ഞ് അവൻ മെല്ലെ മുകളിലേക്ക് കയറിയിരുന്നു. ഞാൻ കൂടി പിടിക്കാം, തന്നെ പോണ്ട. സാരമില്ല, ചെറിയൊരു വേദനയുണ്ടെന്നല്ലേ ഉള്ളൂ. കൈവരിയിൽ പിടിച്ചുകൊണ്ട് അരുന്ധതി മുകളിലേക്ക് കയറി. അതിനിൽ കവിഞ്ഞ സന്തോഷമായിരുന്നു അവരുടെ മനസ്സിൽ. സരയു മുറിയിലേക്ക് വരുമ്പോഴും ഏതോ ബുക്കും വായിച്ച് കിടക്കുകയാണ് മിഥുൻ. അവൾ കയറി വന്നതൊന്നും അവൻ ഗൗനിക്കുന്ന പോലുമില്ല. പെട്ടെന്ന് അവൾ കബോർഡിൽ നിന്നും തനിക്ക് മാറാനുള്ള വസ്ത്രമെടുത്തു. കുളിക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് അവന് തോന്നിയിരുന്നു. അവൻ അവളെ ശ്രദ്ധിക്കാതെ തൻ്റെ ജോലിയിൽ മുഴുകി. മക്കളെ, അങ്ങോട്ട് വരട്ടെ. ആ നിമിഷമാണ് അരുന്ധതി അകത്തേക്ക് കയറി വരുന്നത്. പെട്ടെന്ന് രണ്ടുപേരും ഒന്ന് അത്ഭുതപ്പെട്ടു പോയിരുന്നു. എന്താ അമ്മേ, കയറി വാ. അവൾ പെട്ടെന്ന് അവരുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് സ്നേഹത്തോട് ചോദിച്ചു. ഒന്നുമില്ല, മോളുടെ മുഖത്ത് ക്ഷീണം പോലെ തോന്നി. എന്തു പറ്റിയെന്ന് തിരക്കാൻ വേണ്ടി വന്നതാണ്. അരുന്ധതി പുഞ്ചിരിച്ചോട് ചോദിച്ചു. അതിനാണോ അമ്മ വയ്യാതെ മുകളിലേക്ക് കയറി വന്നത്? ഞാൻ നാമം ജപിക്കാൻ വേണ്ടി ഇറങ്ങുമായിരുന്നല്ലോ. അപ്പോൾ ചോദിച്ചാൽ പോരായിരുന്നോ? ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കുട്ടിയെ. മിഥുൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് അവർ അത് പറഞ്ഞത്. സംശയത്തോടെ സരയു ഒന്ന് നോക്കി. എന്തൊരു ക്ഷീണം പോലെ. ആശുപത്രിയിലോ മറ്റോ പോകണോ മോൾക്ക്? ഒന്നുമില്ല അമ്മേ, അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നാളെ നമ്മുടെ ആശുപത്രി ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഇവിടേക്ക് വിളിച്ച് ഒന്ന് വിശദമായിട്ട് നോക്കിയാലോ? മടിച്ചാണ് അരുന്ധതി ചോദിച്ചത്. സരയു ഞെട്ടി അരുന്ധതിയുടെ മുഖത്തേക്ക് നോക്കി. ആ നിമിഷം തന്നെ സരയു മിഥുൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു മിഥുനുണ്ടായിരുന്നത്. അമ്മ വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നമായിരിക്കില്ല. ഉറക്കം ശരിയായിട്ടുണ്ടായില്ല, അതിൻ്റെതാ. മിഥുൻ പറഞ്ഞപ്പോൾ ആ മുഖം മങ്ങിയത് മിഥുൻ കണ്ടിരുന്നു. അമ്മ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി അവന് മനസ്സിലായിട്ടുണ്ട്. അതാ അങ്ങനെ പറഞ്ഞേ. അത് വിശ്വസിച്ചാണ് പാവം ഇത്രയും ഓടിക്കിതച്ചെത്തിയതെന്ന് തോന്നിയപ്പോൾ അവന് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം സരയു അമ്മയോടാവും പറയുക. ചെറിയൊരു പുഞ്ചിരി ആ മുഖത്ത് തെളിഞ്ഞുവെങ്കിലും ആ മനസ്സ് വേദനിച്ചു എന്ന് മനസ്സിലായിരുന്നു അവന്. സരയു അവരെയും കൊണ്ട് മുറിയിലേക്ക് നടന്നു. ഞാൻ വിചാരിച്ചു മോൾക്ക്. വേദനയോട് അവർ പറഞ്ഞപ്പോൾ സഹതാപമാണ് അമ്മയോട് സരയുവിന് തോന്നിയത്. എനിക്ക് മനസ്സിലായി. ഒരുപാട് വൈകിക്കണ്ട കുട്ടിയെ. അമ്മയ്ക്ക് കൂടി കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മ അങ്ങ് പോയി കഴിഞ്ഞാൽ മോൾക്കൊരു സങ്കടമാകും. അവരുടെ കണ്ണു നിറഞ്ഞു. ഇങ്ങനൊന്നും പറയാതെ. അങ്ങനെയൊന്നും അമ്മയ്ക്ക് പറ്റില്ല. അമ്മ വിഷമിക്കേണ്ട. അമ്മയുടെ വാക്കുകൾ അവളിൽ വേദന നിറച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അമ്മയോട് തന്നെ പറയാം. ആശ്വസിപ്പിക്കാനാണെങ്കിലും അവൾക്ക് അങ്ങനെ പറയാനായിരുന്നു ആ നിമിഷം തോന്നിയത്. അരുന്ധതിയെ മുറിയിലേക്ക് കൊണ്ടുവിട്ടതിനു ശേഷം തിരിച്ചു മുറിയിലേക്ക് വന്നപ്പോൾ മിഥുൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. താൻ അപ്പുറത്തെ റൂം യൂസ് ചെയ്തു. തനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ ലക്ഷ്മി അമ്മയെ വിളിച്ച് കിടത്തിയാൽ മതി. അല്ലെങ്കിൽ താഴെ അമ്മയുടെ കൂടെ കിടന്നോളൂ. അവൻ്റെ ആ മറുപടി അവളുടെ മനസ്സിലുണ്ടായിരുന്ന ചെറിയ പ്രതീക്ഷകളെ പോലും തകർക്കാനുള്ളവയായിരുന്നു. പൂർണ്ണമായും തന്നെ അവൻ്റെ ജീവിതത്തിൽ നിന്നും അവൻ അകറ്റി തുടങ്ങുവാണ്. അതിൻ്റെ മുന്നോടിയാണ് ഇത്. തലയാട്ടി അവൾ തൻ്റെ വസ്ത്രങ്ങളും എടുത്ത് അപ്പുറത്തെ മുറിയിലേക്ക് പോയി. വെള്ളം ശരീരത്തിലേക്ക് വീണപ്പോൾ അവൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. അന്ന് നാമം ജപിക്കാനും അവൾ പോയില്ല. ചോദിച്ചപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞൊഴിഞ്ഞു. അവൾ അവനുള്ള ഓട്സുമായി മുകളിൽ മുറിയിലേക്ക് ചെന്നു. അവനോടൊന്നും സംസാരിക്കാതെ മുറിയിൽ വെച്ച് അവൾ മടങ്ങി. മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തിനെന്നറിയാതെ ഇടതടവില്ലാതെ മിഴികൾ ചെന്ന് നിറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം മാത്രമായിരുന്നു അജ്ഞാതം. തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും ഉറക്കം അവളെ കടാക്ഷിച്ചില്ല. അവനോട് എന്താണ് ഈ അവഗണനയുടെ കാരണമെന്ന് ചോദിക്കാതെ എനിക്ക് സമാധാനം തോന്നില്ല എന്ന് അവൾക്ക് തോന്നി. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അവൾ പുറത്തേക്ക് നടന്നു. വെറുതെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ വാതിൽ കുറ്റിയിട്ടിട്ടിരുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി. മുറിയിൽ വെട്ടമുണ്ട്. അവൾ അകത്തേക്ക് കയറിയപ്പോൾ അവൻ മദ്യപിക്കുകയാണ്. ഒരു നിമിഷം മിഥുന് ഞെട്ടിപ്പോയിരുന്നു. സമയം രാത്രി 1:30 അടുത്തിരുന്നു. എന്തുപറ്റി സരയു? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതുതന്നെയാണ് സർ എനിക്കും ചോദിക്കാനുള്ളത്. കണ്ണേട്ട എന്ന വിളിയിൽ നിന്നും അവൾ സാറിലേക്ക് മാറിയത് അവൻ ശ്രദ്ധിച്ചു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്?
ഇത്രമാത്രം അവഗണിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് സാറിനോട് ചെയ്തത്? എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം. അല്ലാതെ എന്നോട് ഇങ്ങനെ കാണിച്ച ഞാൻ എന്താ വിചാരിക്കുക? ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഞാൻ എത്തിയത്. പക്ഷേ അതുവരെയെങ്കിലും ഈ താലിയുടെ പുറത്താണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അത് കെട്ടിയ ആൾ തന്നെ എന്നോട് അവഗണന കാണിക്കുകയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? ഞാനൊരു അവഗണനയും തന്നോട് കാണിച്ചില്ല. ചില ആളുകളോട് വല്ലാതെ എനിക്ക് ഇൻറ്റിമേറ്റ്സ് ആകും, ചില ആളുകളോട് അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ എനിക്ക് അതിൽ നിന്നും അകലാൻ പറ്റില്ല. ഇപ്പം തന്നെ 3 മാസമായി. ഇനി 9 മാസം കഴിയുമ്പോൾ താൻ ഇവിടുന്ന് പോകും. കൂടുതൽ താനുമായി ക്ലോസ് ആയാൽ അതെനിക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് മാത്രം ഞാനൊരു അകലം പാലിക്കുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞു, എനിക്ക് തന്നോടൊരു പിണക്കവുമില്ല. ഞാൻ അല്പം കഴിച്ചിട്ടുണ്ട്. ഇപ്പം താൻ ചെല്ല്. മരുന്ന് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും പാടില്ലെന്ന് അറിയാവുന്നതല്ലേ? അത് കേട്ടപ്പോൾ അവളുടെ ഉള്ളിലെ പരിഭവങ്ങളെല്ലാം മാറി ആവലാതി നിറഞ്ഞിരുന്നു എന്ന് അവന് മനസ്സിലായി. മരുന്നൊന്നും കഴിക്കുന്നില്ല, മുറിവുകളൊക്കെ ഉണ്ട് എന്നേ ഉള്ളൂ. ശരീരത്തിന് ആകെപ്പാടൊരു വേദന. അതുകൊണ്ട് 1-2 പെഗ് കഴിച്ചിട്ടുണ്ട്. നമുക്ക് രാവിലെ സംസാരിക്കാം. എനിക്കിപ്പോൾ സംസാരിക്കണം. കാരണം അറിയണം. കാരണം അറിയാതെ ഞാൻ പോകില്ല, അവൾ ഉറച്ചു പറഞ്ഞു. അതല്ല, എന്നോട് പറഞ്ഞില്ലെങ്കിൽ നാളെ തന്നെ ഈ വീട്ടിൽ നിന്ന് പോകും. സാറിന് ഇഷ്ടമല്ലാതെ ഇനി ഞാനിവിടെ നിൽക്കില്ല. എനിക്കല്ലല്ലോ, തനിക്കല്ലേ ഇഷ്ടമല്ലാത്തത്? മനസ്സിലാവാതെ സരയു അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരുന്നു. താനൊരു പെണ്ണില്ലേ? ഒരാൾ തന്നോട് ഇടപെടുമ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ലോജിക്ക് തനിക്കില്ലേ? ഓപ്പോസിറ്റ് നിൽക്കുന്ന സെക്സ് ഏത് രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് ഒരു പെണ്ണിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് തനിക്ക് കഴിയില്ല എന്നുണ്ടോ? അവൻ്റെ നോട്ടം, സ്പർശം കൃത്യമായി അറിയാം. 1.5 മാസത്തിന് മുൻപ് താൻ എൻ്റെ നേരെ വന്നു നിന്ന് സംസാരിക്കുമ്പോഴോ തൻ്റെ കയ്യിൽ പിടിച്ചാലോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അതിലൊന്നും ഒരു കള്ളത്തരവും ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഇപ്പോൾ തൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ല. തന്നെ ഒന്ന് സ്പർശിച്ചാൽ വല്ലാത്തൊരു ഫീലാണ്. ഇതൊക്കെ എൻ്റെ മുഖത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പറയാതെ ഞാൻ തന്നോട് പലതും പറഞ്ഞിട്ടുണ്ട്. അത് നിനക്കറിയില്ലേ? എന്നിട്ട് തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലെങ്കിൽ അതിനർത്ഥം തനിക്ക് ഇഷ്ടമല്ല എന്നല്ലേ? പിന്നെ എന്തിനു ഞാൻ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ട് ഒഴിഞ്ഞു മാറിയതാ. ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിടാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി ഈ ബന്ധം ഒരു പേപ്പർ കൊണ്ട് ഉപേക്ഷിച്ചു പോകാൻ തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. കുറച്ചു കാലം കൊണ്ട് ഞാൻ തന്നെ വല്ലാതെ സ്നേഹിച്ചു പോയി. താനില്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വന്നുപോയി. ഹോണസ്റ്റ്ലി ഐ ലവ് യു. ആ അവസ്ഥ മാറാൻ വേണ്ടിയാണ് ഈ അകലം, അല്ലാതെ വേറൊന്നുമല്ല. എനിക്ക് തന്നോട് ഒരു ദേഷ്യവുമില്ല, ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഭ്രാന്തനായി പോകും. ഒരുപാട് നഷ്ടങ്ങളുടെ ഒരു കളക്ഷൻ ഉണ്ട് എനിക്ക്. അതിലൊന്നുകൂടി തെറ്റാണ് ഞാൻ ചെയ്തത്. പക്ഷേ അത് ഞാൻ മനസ്സിലാക്കിയില്ല. എന്തോ എൻ്റെ അറിവില്ലായ്മയാവാം. എൻ്റെ ഭാഗത്തു നിന്ന് മാത്രം ഞാൻ ചിന്തിച്ചുള്ളൂ. തന്നെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സ്വപ്നങ്ങളൊക്കെ വില കൊടുത്ത് വാങ്ങിയ ഒരാൾ മാത്രമാണ് ഞാൻ. അവൻ്റെ ഓരോ വാക്കുകളും അവളെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. തന്നോട് സംസാരിക്കുന്നതും മിഥുനല്ല എന്ന് അവൾക്ക് തോന്നിയിരുന്നു. ഇതുവരെ കാണാതെയുള്ള രൂപവും ഭാവവും ഒക്കെയാണ്. ഉള്ളിൽ കിടക്കുന്ന മദ്യമാണ് ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള ശക്തി പോലും അവന് പകർന്നു നൽകിയതെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണിന് ചിമ്മാതെ നിൽക്കുകയായിരുന്നു അവള്. അവൻ പറഞ്ഞ വാക്കുകളൊക്കെ അത്രമേൽ ഒരു അമ്പരപ്പ് നിറച്ചു കഴിഞ്ഞിരുന്നു അവളെ. ഈ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട വികാരമാണ് സ്നേഹമെന്ന് പറയുന്നത്. ഒരിക്കലും ആരെയും സ്നേഹിക്കാൻ പാടില്ല. അങ്ങനെയാണ്. ആരെയും വിശ്വസിക്കാൻ പാടില്ല. എല്ലാവർക്കും അവരവരുടെ ജീവിതമാണ് വലുത്. അത് അങ്ങനെ തന്നെയാണ്. എനിക്കാണെങ്കിലും തനിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ തത്വങ്ങളൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. അപ്പോൾ വെറും സ്നേഹം മാത്രമായിരിക്കും. ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടാതെ വരുമ്പോൾ മാത്രമാണ് നമുക്കത് എത്ര ഭീകരമാണെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഒരാൾ നമ്മളെ തിരിച്ചു സ്നേഹിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു നിയമം കൂടി വേണമായിരുന്നു. അത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ നമ്മളെ സ്നേഹിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ എത്രയോ പേരുടെ കണ്ണുനീരിന് ഒരു പരിഹാരം കിട്ടിയേനെ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് എന്താ, മിഥുൻ മേനൻ പണക്കാരനാണ്, കോടികൾ എണ്ണം പറഞ്ഞു വാങ്ങുന്ന ഒരു സൂപ്പർ സ്റ്റാർ, അത്രയേ ഉള്ളൂ. കോടികളുടെ കാറ്, വീട്, അവധിക്കാല വസതികളെല്ലാം കൊണ്ടും സമ്പന്നൻ. പക്ഷേ സ്നേഹം കൊണ്ട് മാത്രം ദരിദ്രനാണ് മിഥുന്. അതാർക്കും അറിയില്ല. മിഥുനും ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം. ഈ ലോകത്തിൽ എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. അച്ഛൻ്റെ ബിസിനസ്സുകൾ കണ്ടാണ് വളർന്നു വന്നത്. ആ സമയത്ത് അച്ഛനും അമ്മയ്ക്കും എന്നേക്കാൾ താല്പര്യം കുടുംബത്തിൻ്റെ പേര് നിലനിർത്താനായിരുന്നു.
അതിന് എന്നെ കൊണ്ട് ബോർഡിങ്ങിൽ ചേർത്തു. പിന്നെ അച്ഛൻ്റെ സ്നേഹം കിട്ടിയില്ല. ഏതാണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നിരുന്നു. ആ സമയത്ത് അച്ഛനും അമ്മയും തമ്മിലുള്ള ആത്മബന്ധം എന്നോട് അവർ രണ്ടുപേരും കാണിച്ചില്ല. പിന്നെ ഒരുത്തിയെ പ്രേമിച്ചു. അവൾ അത്രയും. 8 വർഷം മാത്രം പ്രേമം. ആത്മാർത്ഥമാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ അവൾക്ക് വലുത് മറ്റു പലതുമായിരുന്നു. എത്ര സ്നേഹിച്ചു എന്നറിയോ? ഒരുപാട് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അതും അവൾ മനസ്സിലാക്കിയില്ല. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക്. അതൊന്നും ആർക്കും പ്രശ്നമായിരുന്നില്ല. അച്ഛനില്ലാത്ത കുട്ടിയായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് അവളുടെ ക്യാരക്ടർ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചത്. പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തായിരുന്നു പഠിച്ചത്. പഠിക്കുന്ന കാലത്ത് ചെറിയ മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടെപ്പോഴോ ഇഷ്ടം തോന്നി. അത് തുറന്നു പറഞ്ഞു. പിന്നെ ഞാനാണ് അവൾക്ക് ഉറപ്പ് കൊടുത്തത്. എൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹം ഉണ്ടെങ്കിൽ അവൾക്കൊപ്പം ആയിരിക്കുമെന്ന്. ഞാൻ സിനിമയിലൊക്കെ എത്തിയപ്പോൾ അവൾക്ക് പേടിയായിരുന്നു ഞാൻ അവളെ മറക്കുന്നുവെന്ന്. ആ ഒരു ഭയം അവൾ വല്ലാതെ വർദ്ധിക്കുന്നത് കൊണ്ട് മോഡലിങ്ങിൽ നിന്നും അവളെ കൂടി ഞാൻ എൻ്റെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണ് അവൾ സിനിമയിലെത്തുന്നത്. സിനിമയിലെത്തിക്കഴിഞ്ഞപ്പോൾ പേടി മാറി, അതോടൊപ്പം അവളും മാറി. പക്ഷേ ഞങ്ങളുടെ ബന്ധത്തിന് ചെറിയ അകൽച്ചകൾ ഉണ്ടായി. എങ്കിലും ഉലച്ചിൽ തട്ടിയില്ല. സിനിമയിലെ പല ആളുകളിൽ നിന്നും പല കഥകളും അവളെപ്പറ്റി കേട്ടു. പക്ഷേ ഞാനതൊന്നും ആ സമയം വിശ്വസിച്ചില്ല. ഭയങ്കര വിശ്വാസമായിരുന്നു എനിക്ക് അവളോട്. എന്നോടടുത്ത സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു ഈ ബന്ധം വേണ്ടെന്ന്. അത് ഞാൻ കേട്ടില്ല. അമ്മ പറഞ്ഞു വേണ്ടെന്ന്. പക്ഷേ ഞാൻ അവളെ തന്നെ കെട്ടു എന്ന് വാശി പിടിച്ചു. എനിക്ക് അത്രത്തോളം അവളെ ഇഷ്ടമായിരുന്നു. പക്ഷേ അവസാനം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എല്ലാവരും സമ്മതിച്ചു. വിവാഹം ആഡംബരമായി തന്നെ നടന്നു. അന്ന് രാത്രി ഞങ്ങൾക്ക് 2 പേർക്കും താമസിക്കാൻ വേണ്ടി ഒരു ആഡംബര റിസോർട്ട് തന്നെ തിരഞ്ഞെടുത്തിരുന്നു. അവൾക്ക് ആഡംബര ജീവിതമാണ് ഇഷ്ടം. ഞങ്ങൾ ഹോട്ടൽ വന്നതിനു ശേഷം ഡ്രസ്സൊക്കെ മാറി തിരിച്ച് റിസോർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് അവളെ ഹോട്ടലിലാക്കി ഞാൻ അമ്മയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. തിരിച്ചുമുറിയിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് എന്നെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു. അച്ഛൻ്റെ പ്രായമുള്ളൊരു സംവിധായകനുമൊത്ത് കിടക്ക പങ്കിടുന്ന എൻ്റെ ഭാര്യയെയാണ്. ആ വെളിപ്പെടുത്തൽ സരയു ഞെട്ടിപ്പോയി. എല്ലാം ക്ഷമിച്ചേനെ ഞാൻ. പക്ഷേ ഞാൻ അണിഞ്ഞ താലി കഴുത്തിലിട്ടുകൊണ്ട് ആ വിവാഹ ദിവസം തന്നെ അങ്ങനെ ചെയ്യാൻ അവൾക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. അതാണ് എന്നെ ഉലച്ചത്. കല്യാണത്തിന് മുൻപ് അവൾ എന്തായിരുന്നുവെങ്കിലും അതെന്നെ ബാധിക്കുന്ന വിഷയമായിരുന്നില്ല. അവൾ ആർക്കൊപ്പം എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അതൊന്നും ഞാൻ കാര്യമാക്കിയിരുന്നില്ല. വിവാഹത്തിനു ശേഷം അവൾ എന്നെ ആയിരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അത്രത്തോളം ഞാൻ അവളെ പ്രണയിച്ചിരുന്നു. പക്ഷേ ഈ രീതിയിലുള്ള പ്രവൃത്തി ഏത് പുരുഷനാണ് സഹിക്കുന്നത്? ഞാനൊന്നും ചെയ്തില്ല. ഒരു വെഡ്ഡിയെ പോലെ ആ മുറിയിൽ നിന്നും ഇറങ്ങി. പക്ഷേ എൻ്റെ കയ്യിൽ അവളുടെ കഴുത്തിൽ കിടന്ന താലി ഉണ്ടായിരുന്നു. അതിടാൻ അവൾക്ക് അർഹതയില്ല എന്ന് എനിക്ക് തോന്നി. എല്ലാ നഷ്ടങ്ങളും എനിക്കുണ്ടായി നശിച്ച രാത്രി അവിടുന്ന് ഞാൻ നേരെ പോയി ഒരു ബാറിലേക്കാണ്. ബോധം അറിയുന്നത് വരെ ഞാൻ കുടിച്ചു. തിരിച്ച് ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്തു. നഷ്ടങ്ങൾ മാത്രമായിരുന്നു ആ രാത്രി എനിക്ക് സമ്മാനിച്ചത്. അത്രയും വെറുക്കപ്പെട്ട രാത്രിയായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കറുത്ത അധ്യായമായിരുന്നു അത്. ഒരിക്കലും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, ആഗ്രഹിക്കാത്ത ദിവസം. ജീവിതത്തിൽ പൂർണ്ണമായി ഞാൻ തോറ്റുപോയ ഒരു ദിവസം. കുറേ കാലം ഞാൻ ഡിപ്രഷനിലേക്ക് പോയി. എന്തോ വല്ലാത്തൊരൊറ്റപ്പെടലായിരുന്നു. സനൂപാണ് അതിൽ നിന്ന് എന്നെ രക്ഷിച്ചത്. പിന്നെയാണ് അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. ജീവിതത്തിൽ രണ്ടാമത് തോറ്റുപോയത് അവിടെയായിരുന്നു. ആ നിമിഷം മുതൽ അമ്മയ്ക്ക് എന്തെങ്കിലും സന്തോഷം നൽകണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഇങ്ങനെ ഒരു പൊട്ടബുദ്ധി വരുന്നത്. അന്നേരവും മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ തന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞ് തൻ്റെ ചില ക്വാളിറ്റികൾ എന്നെ വല്ലാതെ ആകർഷിച്ചു. പലവട്ടം എനിക്ക് നിന്നെ അമ്മയായ ഓർമ്മ വന്നിരുന്നു. അങ്ങനെയാണ് നിന്നോട് എനിക്ക് ഇഷ്ടം തോന്നിയത്. അമ്മയുടെ എന്തൊക്കെയോ സിമിലാരിറ്റി തനിക്കുണ്ടെന്ന് തോന്നി. ഏതൊരു പുരുഷനും അവൻ്റെ പെണ്ണിൽ തേടുന്നത് സ്വന്തം അമ്മയെ തന്നെയാണ്. അമ്മയുടെ വാത്സല്യം, അമ്മയുടെ സ്നേഹം, അതൊക്കെ ഒരു ഭാര്യയിൽ നിന്ന് ഒരു പുരുഷൻ ആഗ്രഹിക്കും. അത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. അത് തനിക്ക് തരാൻ കഴിയുമെന്ന് തോന്നി. ആ ചിന്ത എപ്പോഴോ പ്രണയമായി വളർന്നു തുടങ്ങിയിരുന്നു. പലവട്ടം പറയാൻ ശ്രമിച്ചു. പക്ഷെ പറയാൻ പറ്റിയില്ല. ഒരുപക്ഷെ എൻ്റെ ഈഗോ ആയിരിക്കും അത് പറയാതിരുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ തന്നെ ഞാൻ കഴിച്ചിരിക്കുന്ന ഉറപ്പിലാണ് തന്നോട് സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു തുറന്ന സംസാരം നമുക്കിടയിൽ ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് സരയു. നീയില്ലാതെ എനിക്ക് പറ്റില്ല. അത്രത്തോളം ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. അന്ന് എനിക്ക് വേണ്ടി ആശുപത്രിയിൽ വെച്ച് നിന്റെ കണ്ണ് നിറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. ആ കണ്ണുനീരിൻ്റെ അർത്ഥം എന്നോടുള്ള പ്രണയമാണെന്ന്. പക്ഷേ അത് താലി കെട്ടിയ ഒരാളോടുള്ള വെറും ഒരു പരിഗണന മാത്രമാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സരയു.
അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അകലം കാണിച്ചത്. അവൾക്കരികിലേക്ക് നീങ്ങി വന്നവരിൽ നിന്നും ഒരടി അകലം അവൾ പിന്നോട്ട് മാറിയിരുന്നു. പേടിക്കേണ്ട, താലി കെട്ടിയതിൻ്റെ അധികാരത്തിലും ഉള്ളിൽ കിടക്കുന്ന മദ്യത്തിൻ്റെ ബലത്തിലും നിന്റെ അനുവാദമില്ലാതെ നിന്റെ ശരീരത്തിലൊന്ന് സ്പർശിക്കുക പോലും ഞാൻ ചെയ്യില്ല. അത്രയ്ക്ക് ചീപ്പല്ല ഈ മിഥുന്. അവനത് പറഞ്ഞപ്പോൾ മുഖത്തേക്കടിച്ച ശ്വാസത്തിൽ ഏതോ വില കൂടിയ മദ്യത്തിൻ്റെ ഗന്ധമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവൾ അവനിൽ നിന്ന് മുഖം മാറ്റിക്കളഞ്ഞു. അവൻ്റെ കൈ തൻ്റെ മാറിൽ കിടന്നിരുന്ന് താലിയിൽ അമർന്നപ്പോൾ ഒരു നിമിഷം അവളൊന്ന് ഭയന്നു പോയിരുന്നു. ഇതിന് സരയു നൽകുന്ന വില എത്ര വലുതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഇനി മറ്റൊരു പുരുഷനെ ഈ സ്ഥാനത്തേക്ക് കാണാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞത്. ആ അവകാശമെങ്കിലും എനിക്കുണ്ടാവുമല്ലോ. അത് മതി, അത് മാത്രം മതി എനിക്ക്. താൻ ചെല്ല്, പോയി കിടക്ക്. തിരിഞ്ഞു നിന്ന് അവൻ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ യാന്ത്രികമായി അവൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നടന്നിരുന്നു. അവൻ ഉള്ളിൽ തുറന്നപ്പോൾ ഒരു മഴ പെയ്തു തോർന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. അവൻ്റെ അനുഭവങ്ങൾ അവളിൽ വേദനകൾ നിറച്ചുവെങ്കിലും അവൻ്റെ തുറന്നു പറച്ചിലുകൾ ഉള്ളിനുള്ളിൽ അവളിൽ പുതുവസന്തങ്ങൾ തളിർക്കാൻ കാരണമായിരുന്നു. ഒരു വേനൽ മഴ പെയ്തൊഴിഞ്ഞ പോലെ ഒരു കുളിര് വന്ന് നിറഞ്ഞത് അവൾ അറിഞ്ഞിരുന്നു. രാവിലെ അല്പം താമസിച്ചാണ് മിഥുൻ ഉണർന്നത്. കണ്ണു തുറന്ന് ബെഡിൽ കിടന്നുകൊണ്ട് തലേ ദിവസത്തെ കാര്യങ്ങളെപ്പറ്റി അവനൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു നിമിഷം അവന് ജാളിതയും അതോടൊപ്പം തന്നെ കുറ്റബോധവും തോന്നിയിരുന്നു. എന്തൊക്കെയാണ് ഇന്നലെ താൻ അവളോട് പറഞ്ഞത്? അവന് തല പൊരിക്കുന്നത് പോലെ തോന്നി. മുഖമൊന്ന് കഴുകി നേരെ അവൻ അപ്പുറത്തെ മുറിയിലേക്ക് ചെന്നു. കതക് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവൻ വാതിൽ തുറന്നപ്പോൾ ഒരു ജീവനുള്ള രൂപം മാത്രമായി ഇരിക്കുകയായിരുന്നു സരയു. കാലിൽ മുഖം ഒളിപ്പിച്ചിട്ടുണ്ട്. വിളിക്കണോ വേണ്ടയോ എന്നൊന്ന് സംശയിച്ചതിന് ശേഷം അവൻ മെല്ലെ വിളിച്ചു, സരയു. തല ഉയർത്തി നോക്കിയവൾ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ലെന്ന് ആ വീർത്തു കിടക്കുന്ന കൺപോളകളിൽ തെളിയിച്ചിരുന്നു. അവൻ അകത്തേക്ക് വന്നു. അവളെ അഭിമുഖീകരിക്കാൻ അവനൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. എങ്കിലും അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ കുറ്റബോധത്തോടെ നോക്കി. മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഒരു നിമിഷം അവന് വല്ലായ്മ തോന്നിയിരുന്നു. ഇന്നലെ രാത്രി ഞാൻ തന്നോട് എന്തൊക്കെയോ മോശമായി സംസാരിച്ചു. ഞാൻ അല്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് എന്തൊക്കെയോ പറഞ്ഞതുപോലും എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. താൻ അതൊക്കെ മറന്നേക്ക്. എന്തെങ്കിലും ഞാൻ തന്നോട് മോശമായ രീതിയിൽ സംസാരിച്ചിട്ടോ പെരുമാറിയിട്ടോ ഉണ്ടെങ്കിൽ താനത് മനസ്സിൽ വെക്കരുത്. അവളുടെ മുഖത്തേക്ക് നോക്കാതെയാണ് അത്രയും അവൻ പറഞ്ഞു തീർത്തത്. അപ്പോൾ മദ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതായിരുന്നോ സാറ്? ഞാൻ വിചാരിച്ചു മനസ്സിൽ തട്ടി പറഞ്ഞതാണെന്ന്. അവളുടെ ശബ്ദത്തിന് പതിവിലും ദൃഢത ഉണ്ടെന്ന് അവന് തോന്നിയിരുന്നു. അങ്ങനെയല്ല, മദ്യപിക്കുമ്പോഴാണല്ലോ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. സരയുവിന് അത് വിഷമമായെങ്കിൽ സോറി, അതാ ഞാൻ ഉദ്ദേശിച്ചേ. മറ്റെവിടെയോ നോക്കി അവൻ പറഞ്ഞു. ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ മുന്നോട്ട് നടന്നു. ഒരു നിമിഷം താൻ പറയുന്നത് കേൾക്കാൻ അവൾക്ക് താല്പര്യമില്ലെന്നാണ് അവൻ കരുതിയത്. എന്നാൽ മുന്നോട്ട് നടന്നവൾ അവനെ അതിശയിപ്പിച്ചുകൊണ്ട് വാതിലിൻ്റെ കുറ്റിയിട്ടു. അതിനുശേഷം അവൻ്റെ മുഖത്തേക്ക് തന്നെ രൂക്ഷമായി ഒന്ന് നോക്കി. ഇന്നലെ എന്നോട് പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മയുണ്ട്? ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് എൻ്റെ കൂടി കടമയാണല്ലോ. കുറ്റബോധത്തോടെ അവൻ മുഖം താഴ്ത്തി നിന്നു. ഞാൻ പറഞ്ഞല്ലോ സരയു, അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. കാര്യമായിട്ട് എടുക്കണ്ടേ? ഒരിക്കൽ കൂടി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ഊന്നിയ ഒരു ചോദ്യം പോലെ ചോദിച്ചപ്പോൾ ആ മിഴികൾ നേരിടാൻ സാധിക്കാതെ അവൻ മുഖം മാറ്റി കളഞ്ഞിരുന്നു. ഇന്നലെ പറഞ്ഞതൊക്കെ വെറുതെയായിരുന്നു. എന്നെ ഇഷ്ടമാണെന്ന് വെറുതെ പറഞ്ഞതായിരുന്നു. ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് വെറുതെ പറഞ്ഞതാണോ? ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ അത് സഹിക്കാൻ പറ്റില്ലെന്ന് വെറുതെ പറഞ്ഞതാണോ? അവൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. അവളുടെ ഓരോ ചോദ്യങ്ങളും അവന് മറുപടിയില്ലാത്ത ചോദ്യങ്ങളായിരുന്നു. പറ. വീണ്ടും അവൾ ചോദ്യം ആവർത്തിച്ചു. അതൊക്കെ ഞാൻ മനസ്സിൽ തട്ടി തന്നെയാണ് പറഞ്ഞത്. കള്ളം പിടിച്ച കുട്ടിയെപ്പോലെ അവൻ മറുപടി കൊടുത്തു അവൾക്ക്. അത് അവളിൽ ഒരു കുളിര് നിറച്ചു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഞാൻ അറിയില്ലല്ലോ. ഇന്നലെ സാറ് പറഞ്ഞതുപോലെ എനിക്ക് അങ്ങനെ നോക്കിക്കണ്ട് പെരുമാറാനും അറിയില്ല. എന്നോട് ഇഷ്ടം കാണിക്കുമ്പോൾ ഏതു തരത്തിലുള്ള ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയുള്ള ഒരു പെണ്ണൊന്നുമല്ല ഞാൻ ഓരോ നിമിഷം ഇവിടെ നിൽക്കുന്നത് എത്ര പേടിച്ചാണെന്ന് അറിയൂ. ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാൽ അത് തെറ്റായി പോയാലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നാലോ, അങ്ങനെയൊക്കെ കരുതിയാ നിൽക്കുന്നേ. ഇവിടെയുള്ള എന്തെങ്കിലും സാധനത്തിൽ തൊടാൻ പോലും എനിക്ക് പേടിയാ. അത്രയ്ക്ക് പേടിച്ചാണ് ഞാൻ ഇവിടെ ഓരോ നിമിഷവും നിന്നിരുന്നത്. അങ്ങനെയുള്ള ഞാൻ സ്വപ്നത്തിലെങ്കിലും വിചാരിക്കുമോ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്? കഴുത്തിൽ കെട്ടിയ താലിയുടെ പദവി മനസ്സിലുള്ളത് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്നു, സാർ ഇവിടെ നിൽക്കുന്നു. ആകാശത്തെ അമ്പിളി അമ്മാവനെ നോക്കി കുട്ടികൾ വാശി പിടിക്കുന്നത് പോലെ സാറിൻ്റെ സ്നേഹത്തിന് എനിക്ക് കാണാൻ പറ്റൂ. അതുകൊണ്ട് അങ്ങനെയൊരു ചിന്ത വിദൂര സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ മനസ്സിലാക്കണം?
പറഞ്ഞില്ലേ താലി കെട്ടിയവനോടുള്ള പരിഗണന ഞാൻ തന്നെന്ന്. അത് മാത്രമല്ല, കെട്ടിയ നിമിഷം മുതൽ മനസ്സിലാ ഒരു സ്നേഹവും ബഹുമാനവും ഞാൻ സാറിന് തന്നിട്ടുണ്ട്. അത് ഞാൻ മനസ്സറിഞ്ഞ് തന്നത് തന്നെയാണ്. പക്ഷേ പ്രണയം അത് തോന്നിയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. കണ്ണേട്ടാന്ന് ഞാൻ ഓരോ നിമിഷം വിളിക്കുമ്പോഴും അത് ആത്മാർത്ഥമായി തന്നെയായിരുന്നു. പക്ഷെ ഒരു വട്ടം പോലും എനിക്ക് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അത്ര ധൈര്യമുള്ളൊരു കുട്ടിയല്ലെന്ന് സാറിന് അറിയില്ലേ? ഏതൊക്കെയോ നിമിഷങ്ങളിൽ ആഗ്രഹിച്ചിരുന്നു എൻ്റെ മാത്രമായിരുന്നെങ്കിലെന്ന്, ഇതൊക്കെ കരാറല്ലായിരുന്നുവെങ്കിലെന്ന്. അപ്പോഴേക്ക് ഞാൻ പോലും അറിയാതെ ഞാനൊരു ഭാര്യയായി തന്നെ മാറുമായിരുന്നു. ഒരു ഭാര്യയുടെ എല്ലാ സ്വാർത്ഥതകളും എന്നിൽ ഉടലെടുക്കാൻ തുടങ്ങിയിരുന്നു. എൻ്റെ മനസ്സിന് ഞാനായിട്ട് വരുതിയിലാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. സ്നേഹിക്കാനും ആഗ്രഹിക്കാനും അർഹതയില്ലാത്തവർക്ക് അതിനല്ലാതെ മറ്റെന്താണ് കഴിയുന്നത്? അന്ന് അപകടം സംഭവിച്ചെന്ന് അറിഞ്ഞ നിമിഷം നെഞ്ചു പൊട്ടി ഞാൻ പ്രാർത്ഥിച്ചതാണ്. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. എൻ്റെ പ്രാണൻ പകരം നൽകിയാലും എൻ്റെ സീമന്തരേഖയിലെ പൊട്ടുമായരുതെന്നായിരുന്നു. മാറിൽ ചേർന്ന് കിടക്കുന്ന താലി ഊരേണ്ടി വരരുതെന്ന് മാത്രം. അങ്ങനെയുള്ള ഞാൻ ഈ താലി പൊട്ടിച്ചിറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ? എൻ്റെ മുൻപിലേക്ക് ഡിവോഴ്സ് പെറ്റീഷൻ നീട്ടുമ്പോൾ അതിൽ ഒപ്പിടാൻ പറ്റില്ലെന്ന് പറയാൻ മാത്രമുള്ള അഹങ്കാരമൊന്നും 1 വർഷത്തെ കരാറിന് വേണ്ടി ജോലി ചെയ്യാൻ വന്ന എനിക്കില്ല. ഒപ്പിട്ട് തരുമെന്നല്ലാതെ ഞാൻ പിന്നെന്ത് ചെയ്യാൻ പറ്റും? പറ്റില്ലെന്ന് പറയണോ? അങ്ങനെ ചെയ്യണമായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ, ഇങ്ങനെയുള്ളൊരു ഫീലിംഗ് കണ്ണേട്ടൻ എന്നോട് തോന്നിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കണ്ണേട്ടൻ്റെ റിയാക്ഷൻ? ആ നിമിഷം എങ്ങനെയായിരിക്കും എന്നോട് ഇടപെടുക? ഒരു അത്താഴ പട്ടിണിക്കാരിയായ ദരിദ്രവാസി പെണ്ണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് അംഗീകരിക്കുമോ? ആ ഒരു പേടിയായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കടിച്ചു തൂങ്ങി കിടക്കില്ലെന്നും എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാമെന്ന് പറയുന്നത്. നിങ്ങൾക്കെന്നെ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി സ്നേഹം എൻ്റെ മനസ്സിൽ നിങ്ങളോടുണ്ട് കണ്ണേട്ട. അത് കണ്ണേട്ടൻ മനസ്സിലാക്കിയോ? ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ നിമിഷം കണ്ണേട്ടൻ പോകണമെന്ന് പറഞ്ഞ ആ നിമിഷം ഞാൻ പോകും. അതിനാണെങ്കിൽ ഇന്ന് ഞാൻ ഇപ്പോൾ തന്നെ ഒരു പരാതിയും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഒരിക്കലും ഞാൻ കണ്ണേട്ടൻ്റെ പേരിൽ ഒരു അവകാശവുമായിട്ട് വരികയുമില്ല. എനിക്ക് അങ്ങനെ ശീലമായിട്ടുള്ളൂ. ഇഷ്ടമല്ലെന്ന് മാത്രം പറയരുത്, സ്നേഹം മാത്രമേ മനസ്സിലുള്ളൂ. കണ്ണേട്ടനെ സംബന്ധിച്ചിടത്തോളം കണ്ണേട്ടൻ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ ഒരാൾ മാത്രമാണ് ഞാൻ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായി അടുത്തിടപഴകുന്ന ഒരു പുരുഷനാണ് കണ്ണേട്ടൻ. അത് കണ്ണേട്ടൻ മനസ്സിലാക്കണം. ഒന്നും ആഗ്രഹിക്കാനോ മോഹിക്കാനോ ഒട്ടും അർഹതയില്ലാത്ത ആളെയാണ് ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ ഞാൻ എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഹൃദയം തുറന്നുള്ള അവളുടെ ആ മറുപടി അവനിൽ സന്തോഷവും വേദനയും ഒരുപോലെ നിറച്ചിരുന്നു. അവനും ഞെട്ടി നിൽക്കുമായിരുന്നു. സത്യമാണ്, താനായിരുന്നു മുൻകൈ എടുക്കേണ്ടിയിരുന്നത്. തന്നിൽ തോന്നിയ ഇഷ്ടത്തെക്കുറിച്ച് താനായിരുന്നു അവളോട് പറയേണ്ടിയിരുന്നത്. തൻ്റെ തെറ്റാണ്. അവൻ്റെ മിഴികൾ നിറഞ്ഞിരുന്നു. ഒന്നും മിണ്ടാതെ അവൻ അവൾക്കരികിലേക്ക് വന്നു നിന്നു. അവളുടെ ചുമലിൽ തൻ്റെ കൈകൾ വെച്ചു. ഒരു നിമിഷം അത്ഭുതത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഐ ആം സോറിഡാ, എക്സ്ട്രീംലി സോറി. ഞാൻ പറയണമായിരുന്നു. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറഞ്ഞില്ല. എൻ്റെ തെറ്റാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല. ഇത്രയൊക്കെ നീ എന്നെ സ്നേഹിച്ചിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇത്രയും കോംപ്ലക്സ് മനസ്സിൽ വെച്ചാണ് നീ ഇവിടെ താമസിച്ചതെന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ എൻ്റെ ഭാഗം മാത്രമേ ചിന്തിച്ചുള്ളൂ. ഐ ലവ് യു, റിയലി ലവ് യു. വിത്തൗട്ട് യു ഐ ആം നത്തിങ്. ഇനി ഞാൻ പറഞ്ഞാലും എന്നെ വിട്ടുപോകരുത് നീ. അത്രത്തോളം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നെ ഒറ്റയ്ക്കാക്കരുത്. എനിക്ക് നീയില്ലാതെ പറ്റില്ല സരയൂ. പറഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ തന്നെ? കൊച്ചു കുട്ടികളെ പോലെയുള്ള അവൻ്റെ ചോദ്യത്തിൽ സ്വയം മറന്നവൾ അവൻ്റെ മാറിൽ ചേർന്ന് കഴിഞ്ഞിരുന്നു. അവളും അത് ആഗ്രഹിച്ചിരുന്നു. ആ നിമിഷം അവൻ്റെ 2 കൈകളാൽ അവളെ അവൻ പുണർന്നു. അവളെ വാരി പുണരാൻ കൈകൾ മതിയായില്ലെന്ന് അവന് തോന്നി. മനസ്സിന്റെ ഭാരം പെയ്തു തീർന്ന ആ വേനൽ മഴയുടെ കുളിർ 2 പേരും നനഞ്ഞു. ഇരുവരും സ്വയം മറന്ന് പുണർന്നത് നിമിഷങ്ങളായിരുന്നു. മനസ്സിലുള്ള ഭാരം മുഴുവൻ ഇറക്കി വെച്ച് ഒരു മഴ നനയുന്നത് പോലെ അവൻ്റെ മാറിൽ അവൾ വിശ്രമത്തിലായിരുന്നു. സ്വപ്നത്തിൽ പോലും സരയു വിചാരിക്കാത്തൊരു നിമിഷമായിരുന്നു അത്. മിഥുനാവട്ടെ അത് പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ നിമിഷവും. കുഞ്ഞേ. പുറത്തുനിന്ന് ലക്ഷ്മിയമ്മ കഥകിൽ തട്ടിയപ്പോഴാണ് 2 പേർക്കും സ്വബോധം വന്നത്. പെട്ടെന്ന് അവൾ അവനിൽ നിന്നും അകന്നു. പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള മടിയോടെ പോയവൾ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്നവളുടെ രൂപം കണ്ട് ആ നിമിഷം ലക്ഷ്മിയമ്മ പരിഭ്രാന്തിയായി. അയ്യോ, എന്തു പറ്റി മോളെ? എന്തെങ്കിലും വയ്യായികയുണ്ടോ? അവളുടെ നെറ്റിയിൽ തൊട്ട് നോക്കിക്കൊണ്ട് ലക്ഷ്മിയമ്മ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല ലക്ഷ്മിയമ്മേ, എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതുവരെ കുളിച്ചിട്ടില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. വേറെ മറ്റു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇന്നലെ ഇവിടെയാണോ കിടന്നത്?
ഇത്ര നേരമായിട്ട് മോളെയും മോനെയും താഴേക്ക് കാണാഞ്ഞതുകൊണ്ട് ഞാൻ മുകളിലേക്ക് കയറി വന്നതാണ്. ഇന്നെന്തു പറ്റി? മോൾ നേരത്തെ എഴുന്നേറ്റില്ലേ? അരുന്ധതി കുഞ്ഞാണെങ്കിൽ വലിയ പേടി നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന് കരുതി. മോനിന് രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വേണ്ടി വന്നതാണോ എന്ന് അറിയില്ലല്ലോ, അതാ ഞാൻ വന്നത്. കണ്ണൻ മോനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ലക്ഷ്മി അമ്മ വേവലാതിയോടെ അവരോട് രണ്ടുപേരോടായി ചോദിച്ചു. ആവലാതിയോടെ ചോദിക്കുന്നത് കേട്ട് അവരൊന്ന് പുഞ്ചിരിച്ചു. എനിക്കൊരു കുഴപ്പമില്ല ലക്ഷ്മി അമ്മേ. പെട്ടെന്ന് പുറത്തേക്ക് മിഥുനെത്തി. അരുന്ധതി കുഞ്ഞ് പേടിച്ചിരിക്കുകയാണ്. രണ്ടും കുടിച്ചിട്ട് താഴേക്ക് വാ, ചായ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ? വേണ്ട, ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നോളാം. ലക്ഷ്മി പോയതും സരയുവിൻ്റെ മുഖത്തേക്ക് അവനൊന്ന് നോക്കി. നാണം തുളുമ്പി നിൽക്കുന്ന ആ മുഖം അവന് പുതിയ കാഴ്ചയായിരുന്നു. ആ നോട്ടം അഭിമുഖീകരിക്കാൻ കഴിയാതെ അവൾ മുഖം മാറ്റി കളഞ്ഞു. തിരിഞ്ഞു പോകാൻ തുടങ്ങിയവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവൻ തൻ്റെ നെഞ്ചോട് ചേർത്തിരുന്നു. പിന്നെ ആ മുഖത്തേക്ക് നോക്കി. ഇത്രയും നാണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല, ഉണ്ടോ? കളി പോലെ അവൻ ചോദിച്ചു. വീട് കണ്ണേട്ടാ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അവൾ അവനിൽ നിന്ന് അകലാനൊന്ന് ശ്രമിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അതിനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് കണ്ണ് നിറച്ച് കാണട്ടെ. ആദ്യമായിട്ട് എന്നോട് ഇഷ്ടം തോന്നിയത് എന്നാടോ? ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നവരെ കണ്ണിമ ചിമ്മാതെ അവൾ നോക്കി നിന്നുപോയി. പിന്നെ ഒന്നും പറയാതെ അവളിൽ നിന്ന് മുഖം മാറ്റി. എനിക്കറിഞ്ഞൂടാ. അവൻ്റെ പതിഞ്ഞ ചിരി ആ മുഖത്തേക്ക് നോക്കാതെ അവൾ അറിഞ്ഞു. ഒരു സ്മൂച്ചായാലോ? ഇടം കണ്ണിറക്കി മേൽചുണ്ട് കടിച്ചവൻ ഒരു തമാശ പോലെ ചോദിച്ചപ്പോൾ അവളുടെ മുഖം നാണത്താൽ ചുവന്നിരുന്നു. അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ്റെ കരവരത്തിൽ നിന്നും ഓടി അവൾ പെട്ടെന്ന് ബാത്റൂമിനുള്ളിലേക്ക് കയറി. ഡി നിക്കടി അവിടെ! അവൻ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അപ്പോഴേക്കും കഥ കളിച്ച് കളഞ്ഞു കഴിഞ്ഞിരുന്നു. രണ്ടുപേരുടെയും ചുണ്ടിൽ ഒരേ നിമിഷം ഒരു പുഞ്ചിരി മുട്ടിട്ടു. കുറച്ച് സമയം കൂടി അവിടെ നിന്ന ശേഷം ചെറുപുഞ്ചിരിയോടെ അവൻ മുറിയിലേക്ക് പിൻവാങ്ങി. അതുവരെ ശരീരത്തെ ബാധിച്ചിരുന്ന വേദനകൾക്ക് എല്ലാം ഒരു ശമനം വന്നതുപോലെ അവന് തോന്നിയിരുന്നു. പ്രണയത്തിൻ്റെ മാതൃകതയ്ക്ക് ഇത്രയ്ക്ക് ശക്തിയുണ്ടോ? തനുവിലെ വേദനകളെ പോലും മായ്ക്കാൻ കഴിയുന്ന മരുന്നാണ് സ്നേഹം. അവളുടെ കണ്ണിൽ കുറച്ചു മുൻപ് താൻ കണ്ട നിഷ്കളങ്കതയും ആത്മാർത്ഥതയും തന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും നാളങ്ങൾ വീണ്ടും തനിക്ക് മുൻപ് തെളിയുന്നത് മിഥുൻ അറിയുകയായിരുന്നു. ഒരിക്കൽ ഇരുളിൽ മാഞ്ഞുപോയ സ്വപ്നങ്ങൾ വീണ്ടും പുതുനാമ്പുകൾ വിടർത്തുന്നത് ഒരു കൗതുകത്തോടെ അതിലുപരി സമാധാനത്തോടെ അവൻ നോക്കിക്കണ്ടു. ഇവൾക്ക് വേണ്ടിയായിരുന്നു ഇത്രയും കാലം താൻ കാത്തിരുന്നത്. എല്ലാം ഒരു നിമിത്തമായിരുന്നു. അവിചാരിതമായെങ്കിലും അവളെ സനൂപ് തനിക്ക് മുൻപിൽ പരിചയപ്പെടുത്തി തന്നതും പിന്നെ അവൾ തനിക്കെല്ലാമെല്ലാമായി മാറിയതും എല്ലാം ഒരു നിമിത്തമായിരുന്നു. ഈശ്വരൻ എത്ര കുറുക്കു വഴികളിലൂടെയാണ് നമ്മുടെ ഇണയെ നമ്മളിലേക്ക് എത്തിക്കുന്നതെന്ന് അവൻ ചിന്തിക്കുകയായിരുന്നു. മിഥുൻ മേനോൻ എന്ന നടൻ്റെ ആരാധിക പോലുമല്ലാത്തൊരു പെൺകുട്ടി, മിഥുൻ മേനോൻ എന്ന നടൻ്റെ സ്റ്റാൻഡം എന്തെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു നിഷ്കളങ്കമായ ഒരു പെൺകുട്ടി. അവളാണ് മിഥുൻ എന്ന വ്യക്തിയെ മാത്രം സ്നേഹിച്ചത്. ഇന്ന് അവൻ്റെ സർവമായി മാറിയിരിക്കുന്നത്. കുളിച്ചിറങ്ങിയ മിഥുൻ തലയിൽ ഹെയർ ജെൽ പുരട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് അകത്തേക്ക് കയറി സരയു വന്നത്. എത്തിയോ? ഞാൻ വിചാരിച്ചു ഇന്ന് മുഴുവൻ ആ ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചിരിക്കുമെന്ന്. അവനൊരു കളിയോടെയാണിത് ചോദിച്ചത്. ഞാനെന്തിനാ അവിടെ തന്നെ ഇരിക്കുന്നത്? തന്നെ പോക്ക് കണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ. അത് കണ്ണേട്ടൻ എന്നോട് അനാവശ്യം പറഞ്ഞിട്ടല്ലേ? എന്തനാവശ്യം? എൻ്റെ ആവശ്യം നിനക്ക് അനാവശ്യമായിരിക്കും. ഒരു കള്ളച്ചിരിയോടെ അവൾക്കരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവൻ പറഞ്ഞു. അവനിൽ നിന്നും അവൾ പതിയെ പിന്നോട്ട് നടന്നവൾ ചുമരിൽ തട്ടി നിന്നപ്പോൾ ഇരു കൈകളാൽ അവളെ ബന്ധിച്ചു കഴിഞ്ഞിരുന്നു അവൻ. അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ അധരത്തിൻ്റെ മുകളിൽ ചെറിയ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിരിക്കുന്ന കാഴ്ച അവനിലെ പുരുഷനെ ഉണർത്താൻ കഴിവുള്ളതായിരുന്നു എന്ന് അവൻ ഓർക്കുകയായിരുന്നു. അവനത് തിരിച്ചറിഞ്ഞു. അവളുടെ മുടിയിൽ നിന്ന് വമിക്കുന്ന ഗന്ധവും കെട്ടിവെച്ചിരിക്കുന്ന തോർത്തിൽ നിന്ന് പുറത്ത് ചാടി നിൽക്കുന്ന അളവുകളും എല്ലാം അവളോട് തോന്നിയ വികാരത്തെ വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളായിരുന്നു. ഒരു കുസൃതി ചിരിയോടെ അവളിലേക്ക് അവൻ്റെ അധരങ്ങൾ നീണ്ടുവന്നപ്പോൾ അവൾ പെട്ടെന്ന് അവനിൽ നിന്നും താഴേക്ക് ഊർന്നു പോയിരുന്നു. ഒരു പൊട്ടിച്ചിരിയോടെ അവനിൽ നിന്നും രക്ഷപ്പെടാൻ തുടങ്ങുന്നവളെ ഒറ്റ കൈകൊണ്ട് തന്നെ അവൻ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. അവളെ തൻ്റെ കരവലയത്തിൽ ചേർത്ത ശേഷം ഒന്ന് സൂക്ഷിച്ചു നോക്കി, ഏറെ പ്രണയത്തോടെ. ഒരുപാട് നേരം ആ മിഴികൾ നേരിടാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കണ്ണേട്ട, സമയം ഒരുപാടായി, വിട്, അവൾ പറഞ്ഞു. എനിക്ക് തൃപ്തികരമായിട്ടുള്ള എന്തെങ്കിലും ഒന്നിവിടെ സംഭവിച്ചാൽ അപ്പം ഞാൻ വിടും, അല്ലാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല. ചുണ്ടിൽ സ്വതവേ കാണുന്ന ആ കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഒന്നും പറയാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇരു കൈകൾ കൊണ്ട് അവനെ ഒന്നുകൂടെ ഗാഢമായി പുണർന്നു. അതാണ് തൻ്റെ ലോകമെന്ന് അവനോട് പറയാതെ പറയുന്നത് പോലെ.
അവളുടെ ആ പ്രവൃത്തി അവനെ സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ കൊണ്ട് ചെന്ന് നിർത്തിയിരുന്നു. എനിക്ക് ഏറ്റവും തൃപ്തികരം ഇതാണ്. ഇങ്ങനെ ഈ നെഞ്ചിൽ ചേർന്ന് എന്നും നിൽക്കണം. അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടെങ്കിൽ അത് മാത്രം മതി ഈ ജന്മം മുഴുവൻ എനിക്ക്. താഴ്ന്നു പോയവളുടെ മുഖത്തെ തൻ്റെ ചൂണ്ടുവിരലാൽ ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ആർദ്രമായി ചോദിച്ചു, ഇനിയും വിശ്വാസക്കുറവുണ്ടോ എന്നെ? അതോ ഞാൻ ഇടയ്ക്ക് വെച്ച് ഇട്ടുപോകുമെന്ന ഭയമുണ്ടോ? അതോ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ അഭിനയമാണെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ അവളുടെ വലം കൈയിലെ വിരലുകൾ അവൻ്റെ ചൂണ്ടുവിരൽ ഒരു മാർഗ തടസ്സം സൃഷ്ടിച്ചിരുന്നു. എനിക്ക് യോഗ്യതയുണ്ടോ? അത് ഇപ്പോഴും അറിയില്ല. അതുമാത്രമാണ് എന്നെ സംബന്ധിച്ച് ഈ ലോകത്ത് ആരെക്കാളും യോഗ്യത എല്ലാം കൊണ്ടും നിനക്ക് മാത്രമാണ് സരയൂ. അതാണ് എൻ്റെ വിശ്വാസം. ഈ നെഞ്ചിലെ മിടിപ്പ് അവസാനിക്കുന്ന നാൾ വരെ നിന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തും. അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തവൻ പറഞ്ഞു, ഈ മിടിപ്പ് അവസാനിച്ചാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അവനിലേക്ക് ഒരിക്കൽ കൂടെ കുറുകി നിന്ന് പറഞ്ഞവളെ ഒരു അത്ഭുതത്തോടെയാണ് അവൻ നോക്കിയത്. വീണ്ടും ആ മുഖത്തേക്ക് നോക്കിയവൻ ഒരു അമ്പരപ്പോടെ ചോദിച്ചു, അത്രയ്ക്ക് ഇഷ്ടമാണോ തനിക്കെന്നെ? ആർദ്രമായിരുന്നു ചോദ്യം. ഒന്നും മിണ്ടാതെ കാലിലെ പെരുവിരലിൽ നിന്നുയർന്നവൾ അവൻ്റെ നെറ്റിയിലേറെ മൃദുലമായ ഒരു ചുംബനം നൽകി. അവൻ്റെ ചോദ്യത്തിന് മറുപടി എന്നതുപോലെ അവൻ്റെ മിഴികൾ ആ നിമിഷം താനെ അടഞ്ഞു പോയിരുന്നു. ആ മുറിയിലേക്ക് കടന്നു വരാൻ ഒരു നിമിഷം വെളിച്ചം പോലും അടിച്ചിരുന്നു. എന്നോട് ചോദിച്ച ചോദ്യം തന്നെ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ? ഞാൻ ഈ കാണിക്കുന്നത് അഭിനയമാണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ അതിൻ്റെ ആഴം അത് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതാണ്. അവളുടെ മുഖത്തേക്ക് ഏറെ പ്രണയത്തോടെ നോക്കിയവൻ പറഞ്ഞു, ആഴമൊക്കെ അറിയാൻ നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഇപ്പോൾ അമ്മ നമ്മളെ തിരക്കും. കുറേ നേരമായി, നമുക്ക് താഴേക്ക് ചെല്ലാം. പോകാം. പക്ഷേ ഞാൻ തന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അവൻ കുറുമ്പോടെ ചോദിച്ചു. അതിന് ഇതുവരെ തീരുമാനമായില്ല. അതെങ്ങനെ? അവൾക്ക് നേരെ ചുണ്ടുകൊണ്ട് വന്നവൻ ചോദിച്ചപ്പോൾ ഇടം കൈയാൽ അവനെ ഒന്ന് നീക്കിയിരുന്നു സരയൂ. അയ്യടാ, ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ എപ്പോൾ കിട്ടും? നിരാശയോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ചെറിയ തമാശയോട് അവൾ പറഞ്ഞപ്പോൾ മിഥുനും പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അത്ര പാവമൊന്നല്ല. അത്യാവശ്യം ഹ്യൂമർ സെൻസൊക്കെ താങ്കളുടെ കയ്യിലുണ്ട് അല്ലേ? അതൊക്കെ ഉണ്ട്. ഇതൊക്കെ പുറത്തെടുക്കാൻ ഒരു അവസരം കിട്ടാഞ്ഞിട്ടല്ലേ? അവസരങ്ങളൊക്കെ ഞാൻ തരാം. ഇതിന് മാത്രമല്ല, റൊമാൻസും ഇൻറ്റിമേറ്റ് സീനും ഒക്കെ പുറത്തെടുക്കാനുള്ള അവസരം തരാം. താനും കൂടി ഒന്ന് സഹകരിച്ചാൽ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ഒരു കണ്ണിറുക്കി അവൻ പറഞ്ഞു. കുറേ നേരമായിട്ട് വഷളത്തരം കൂടുന്നുണ്ട് കേട്ടോ കണ്ണേട്ടാ. അവൻ്റെ ചെവിക്ക് പിടിച്ചവൾ പറഞ്ഞപ്പോൾ ചെറുചിരിയോടെ അവൻ ചെവി കുടഞ്ഞു. താനാള് കൊള്ളാലോ. കുറച്ച് സ്വാതന്ത്ര്യം തന്നപ്പോഴേക്കും താന് ഉപദ്രവം തുടങ്ങിയോ? അവനൊരു ചിരിയോടെയാണ് സരയുവിനോട് അത് ചോദിച്ചത്. ആ, എൻ്റെ സ്നേഹം ഇങ്ങനെ ഉപദ്രവം നിറഞ്ഞതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ഞാൻ ചിലപ്പോൾ ചെയ്യും. എനിക്കിഷ്ടമുള്ളവരെ ഇങ്ങനെ ചെറുതായി ഉപദ്രവിക്കും. കുഞ്ഞിക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പറ്റുമെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട. നമുക്ക് പഴയതുപോലെ ആവാം. മുഖം വീർപ്പിച്ചവൾ പറഞ്ഞു. എൻ്റെ പൊന്നെ, അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ നിന്ന് തരാം, പോരെ? പക്ഷേ പഴയതുപോലെ ആവാനൊന്നും പറയരുത്. അത് എനിക്ക് സഹിക്കില്ല. നീയില്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ഞാൻ പോവണ്ടേ? കൈയളിയിൽ കുത്തി ഒരു കുസൃതിയോട് ചോദിച്ചവൾ. ഒരു വർഷമോ? ഇനി ഒരു ജന്മം കഴിഞ്ഞാലും നിന്നെ വിടില്ല. അപ്പോഴല്ലേ? അത് പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിച്ചിരുന്നു. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള എല്ലാ എഗ്രിമെൻറ്റുകളോ ഇപ്പോൾ തന്നെ കീറിക്കളഞ്ഞേക്കാം. അവളിൽ നിന്ന് മാറി കബോർഡ് തുറന്ന് അവൻ എന്തൊക്കെയോ രേഖകൾ എടുക്കുകയും അവളെ കാണിക്കുകയും അവളുടെ മുൻപിൽ വെച്ച് അത് കീറിക്കളയുകയും ചെയ്തിരുന്നു. എന്നെ വിശ്വസിപ്പിക്കാൻ ഇങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല, അവൾ പറഞ്ഞു. എനിക്കറിയാം കണ്ണേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന്. അതല്ല, ഞാനിനി പോകണമെന്ന് പറഞ്ഞാലും ഒരു പരിഭവം കൂടാതെ ഞാൻ മാറിത്തരും. നീ എന്തിനായി പോകുന്ന കാര്യം തന്നെ പറയുന്നത്? ആദ്യം തൊട്ടുണ്ട് എന്ത് കാര്യം പറഞ്ഞാലും തനിക്കൊരു നെഗറ്റിവിറ്റി. അതാണ് എനിക്കിഷ്ടമില്ലാത്തത്. അത് ഇപ്പോഴും ഉണ്ട്. ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞേക്കരുത്. നമ്മൾ ഒരുമിക്കാൻ വേണ്ടിയുള്ള ഒരു നിമിത്തം മാത്രമായിരുന്നു ഇതൊക്കെ. അങ്ങനെ മാത്രം കരുതിയാൽ മതി. അതിനപ്പുറം ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരം നമുക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല. എനിക്ക് നീയും നിനക്ക് ഞാനും. ഇന്നു മുതൽ അതാണ് നമ്മളുടെ റൂം. ഓക്കെ? തമ്മുയർത്തി അവൻ പറഞ്ഞു. ഓക്കെ എങ്കിൽ വാ, താഴേക്ക് പോകാം. രണ്ടുപേരും താഴേക്ക് എത്തിയിരുന്നു. ഡൈനിങ് റൂമിൽ തന്നെ കാത്തിരിക്കുകയായിരുന്നു അരുന്ധതി. അപ്പോൾ രണ്ടുപേരും ചിരിച്ച് സമാധാനത്തോടെ വരുന്നത് കണ്ടപ്പോൾ അരുന്ധതിയുടെ മുഖവും തെളിഞ്ഞിരുന്നു. എവിടെയായിരുന്നു കുട്ടികളെ നിങ്ങൾ? എത്ര നേരമായി? ഞാൻ പേടിച്ചു പോയി. എന്തു പറ്റിയെന്നറിയാതെ. ഒന്നുമില്ല അമ്മേ, ഉറങ്ങാൻ വൈകിപ്പോയി. അതാ. അപ്പോൾ എഴുന്നേൽക്കാനും വൈകി, അത്രേ ഉള്ളൂ.
അല്ലാതെ വേറൊന്നുമില്ല. അമ്മയുടെ കയ്യിൽ പിടിച്ച് സരയു പറഞ്ഞപ്പോൾ ആ മുഖം നിറഞ്ഞിരുന്നു. നിനക്ക് വേദനയൊന്നുമില്ലല്ലോ കണ്ണാ? അവൻ്റെ മുഖത്തേക്ക് നോക്കി അവർ ചോദിച്ചു. ഇല്ലമ്മേ, ഇപ്പോൾ ഒരു കുഴപ്പമില്ല, വേദനയെല്ലാം മാറി. മനസ്സ് നിറയെ ഇപ്പോൾ സമാധാനം മാത്രമാണ്. സരയുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് അവൻ പറഞ്ഞത്. ഒരു ചെറുപുഞ്ചിരി അവന് പകരം നൽകി അവൾ. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ആരും കാണാതെ അവൻ്റെ കാൽവിരലുകൾ അവളെ ഒന്ന് തലോടി പോയിരുന്നു. അത് അവൾ അറിയുകയും ചെയ്തു. ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവനെ കൂർപ്പിച്ച് അവളൊന്ന് നോക്കി. ഒരു കുസൃതിച്ചിരി ചുണ്ടിലൊളിപ്പിച്ച് അവളെ നോക്കി. എന്ത് എന്നർത്ഥത്തിൽ അവൻ തലചലിപ്പിച്ചു. അവളെ തേടി വീണ്ടും ആ പാദങ്ങൾ എത്തിയപ്പോൾ അവൾ നല്ല വേദനിക്കുന്ന രീതിയിൽ ഒരു ചവിട്ടങ്ങ് കൊടുത്തു. വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റ ആ പ്രഹരത്തിൽ അവനൊന്ന് ചുമച്ചു പോയിരുന്നു. എന്താ കണ്ണാ, എന്തൊന്ന് ശ്രദ്ധിക്കാത്തെ? അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് അരുന്ധതി പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തേക്ക് ഒന്ന് കൂർപ്പിച്ചു നോക്കി അവൻ. പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ മുഖം അപ്പോഴും അവനെ നോക്കിയൊന്ന് കണ്ണിരുട്ടി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവൾ മാത്രം കേൾക്കാൻ പാകത്തിൽ പതുക്കെ അവൻ പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞതും കുറേ നേരം സരയുവിനെ നോക്കിയെങ്കിലും അടുക്കളയിലും മറ്റും തിരക്കിലായിരുന്നു അവള്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മിഥുൻ മുറിയിലേക്ക് വന്ന് കഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ മധുരമായ സ്വപ്നങ്ങളിലായിരുന്നു അവനപ്പോൾ. എന്തെന്നില്ലാത്തൊരു സന്തോഷം. ആ സമയമാണ് കബോർഡിലിരുന്നൊരു പ്രത്യേക ബുക്ക് അവൻ കണ്ടത്. പെട്ടെന്ന് വന്ന് തുറന്നു നോക്കി. വടിവത്ത അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ആ ബുക്ക് എന്താണെന്ന് അവൻ പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു. പാഠപുസ്തകങ്ങൾക്കൊപ്പം ഒരു പ്രത്യേകമായ ആവരണമുള്ള ബുക്കായതുകൊണ്ട് അവനത് തുറന്നു നോക്കി. ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞൊരു ബുക്ക്. അത് തുറന്നു നോക്കിയിരുന്നു ആ നിമിഷം. എൻ്റെ കണ്ണീട്ടനായി. അത് മറിച്ചതും അതിലൊരു പാട്ടായിരുന്നു. അത് സരയു എഴുതിയതാണെന്ന് അവൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. വായിക്കുന്തോറും അതിൻ്റെ അർത്ഥം അവൻ ഗ്രഹിക്കാൻ തുടങ്ങി. ആദ്യ വരികളിൽ അവളിൽ തുടങ്ങി അവസാന വരികളിൽ നമ്മളിൽ അവസാനിച്ച ആ ഗാനം അവളുടെ ഹൃദയമാണെന്ന് അവന് തോന്നിയിരുന്നു. ഓരോ വരികളിലും ഓരോ ചോദ്യമാണ് ചോദിച്ചിരുന്നത്. നിനക്ക് വേണ്ടി മാത്രമായി മിടിക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ താളം അറിയുമോ എന്ന് ചോദിച്ചവൾ രണ്ടാമത്തെ വരിയിൽ അവൾക്ക് വേണ്ടി ആ ഹൃദയം മിടിക്കുമോ എന്ന് ചോദിക്കുന്നു. മൂന്നാമത്തെ വരിയിലായപ്പോഴേക്കും നമുക്ക് വേണ്ടി ഒരു പൂവ് വിടരുമോ എന്ന ചോദ്യത്തിൽ വന്ന് നിൽക്കുകയായിരുന്നു അവള്. കുറെ കാലങ്ങളായി അവളിൽ തൻ്റെ പ്രണയം എങ്ങനെയാണ് വളർന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഗാനമായിരുന്നു അത്. പെട്ടെന്ന് മുറിയിലേക്ക് സരയു കടന്നു വന്നത്. അവൻ പെട്ടെന്ന് അവളെ കാണാതെ ബുക്ക് ഒളിപ്പിച്ചിരുന്നു. കണ്ണേട്ടിന് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കുറെ അന്വേഷിച്ചു. ഞാൻ ബാൽക്കണിയിലൊക്കെ നോക്കി, കണ്ടില്ല. അമ്മാവനും അമ്മായും വന്നിട്ടുണ്ട്. ഇതെന്താ? അവൾ അവന് നേരെ ഒരു മിഠായി നീട്ടി. ഇതൊരു സ്പെഷ്യൽ ചോക്ലേറ്റ് ആണത്രേ. പാരീസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എനിക്ക് തന്നപ്പോൾ ഞാൻ കണ്ണേട്ടിന് വേണ്ടി കൊണ്ടുവന്നു, അതാണ്. ചിരിയോടെ അതിലേക്ക് നോക്കി അവൻ നിന്നു. പിന്നെ അത് കൈനീട്ടി വാങ്ങി. ഒന്നും മിണ്ടാതെ അവനത് പൊട്ടിച്ചപ്പോൾ ഒരു പരിഭവത്തോടെ അവൾ നോക്കി. ഞാനൊരു മര്യാദയുടെ പുറത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഒറ്റയ്ക്ക് കഴിക്കുവാണോ? എനിക്ക് തരാതെ? ദുഷ്ടൻ. പരിഭവത്തോടെ അവൾ ചോദിച്ചു. ആര് പറഞ്ഞു? നമ്മൾ രണ്ടുപേരും കൂടിയാണ് കഴിക്കുന്നത്. അത് പൊട്ടിച്ച് ചുണ്ടിൽ വെച്ച് അവളെ മിഴികളെ ക്ഷണിച്ചു അവൻ. ഒരു നിമിഷം സരയു വല്ലാതെയായിപ്പോയി. അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി പോയിരുന്നു. അവൻ അപ്പോഴേക്കും അവൾക്കരികിലേക്ക് എത്തിയിരുന്നു. തൊട്ടടുത്ത് നിൽക്കുന്നവൾക്ക് ആ മധുരം സ്വീകരിക്കുകയല്ലാതെ മുൻപിൽ മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൾ അതിലൊന്ന് കടിച്ചു. ആ നിമിഷം തന്നെ അവളുടെ ഇടുപ്പിൽ കൈ ചേർത്ത് അവളെ തന്നോട് ചേർത്ത് നിർത്തിയിരുന്നു അവന്. ഇതുവരെ അറിയാത്ത പുതിയ ചില വികാരങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത് സരയു അറിഞ്ഞു. ആ നിമിഷങ്ങളുടെ അനുഭൂതിയിൽ അവളുടെ മിഴികൾ കൂമ്പിയടഞ്ഞു. അവൻ അവളുടെ ആദരങ്ങളിൽ ഒരു പുതിയ കവിത രചിച്ചു. ഏറെ ആർദ്രമായി അവർ രണ്ടുപേരും ആസ്വദിച്ചു. ഒരു ഇളം തെന്നൽ തഴുകി തലോടും പോലെ, ഒരു റോസാപ്പൂവിൽ നിന്നും അത് നുകരുന്ന ചിത്രശലഭത്തെ പോലെ അവളിൽ ആഴ്ന്നിറങ്ങി അവൻ. ആ നിമിഷം അവൾ ഒരു ചിത്രവും അവൻ അതിൻ്റെ ചിത്രകാരനും മാത്രമായിരുന്നു. അവൻ പല വർണ്ണങ്ങളായി അവളുടെ ആദരങ്ങളിൽ ഒരു പുതിയ ചിത്രം കോറിയിടുകയായിരുന്നു ആ നിമിഷം. നിളയൊടുക്കും പോലെ ശാന്തമായ ആ പ്രണയം ഇരുവർക്കുമിടയിൽ നിറഞ്ഞു നിന്നു. ഫോൺ വെല്ലടിച്ചപ്പോഴാണ് രണ്ടുപേരും പരസ്പരം അകന്നു മാറിയത്. അവൻ കോറിയിട്ട പ്രണയത്താൽ ചുവന്ന പൂത്തവൾ അവനെ അഭിമുഖീകരിക്കാൻ കഴിയാതെ പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോയി. ചെറുചിരിയോടെ ഫോൺ എടുത്തവൻ ബാൽക്കണിയിലേക്ക് നടന്നു. അകത്ത് ചെന്ന് കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ ചുവന്നിരിക്കുന്ന ആദരങ്ങൾ അവളുടെ നാണത്തിൻ്റെ ആഴത്തെ വർദ്ധിപ്പിക്കുകയായിരുന്നു. കുറച്ചു മുൻപ് പ്രിയപ്പെട്ടവൻ ചുംബിച്ചു വെച്ചതാണ് ആ ചെഞ്ചുണ്ടുകൾ. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരുവന് വേണ്ടി തന്നിൽ നാണം പൂത്തു തുടങ്ങിയിരിക്കുന്നു. ഈ ജീവിതം മുഴുവൻ കാത്തിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ആർക്കും നൽകാതെ തൻ്റെ പ്രണയത്തെ ഒരു ചെപ്പിനുള്ളിലാക്കി താൻ സൂക്ഷിച്ചു വെച്ചത് അവനു വേണ്ടിയായിരുന്നു. എന്നു മുതലാണ് അവനെ താൻ പ്രണയിച്ചു തുടങ്ങിയത്? എപ്പോൾ മുതലാണ് അവൻ ഇല്ലായ്മയിൽ ഉരുകി തുടങ്ങിയത്? അവളോട് തന്നെ അവൻ ചോദ്യങ്ങൾ ചോദിച്ചു. മറുപുറത്ത് അവൻ്റെയും അവസ്ഥ മറ്റൊന്നായിരുന്നില്ല.
പരസ്പരം പങ്കുവയ്ക്കാതെ മിഴികളാൽ മാത്രം പ്രണയം പങ്കുവച്ച ദിവസങ്ങളെക്കുറിച്ച് അവനും ചിന്തിക്കുകയായിരുന്നു ആ നിമിഷം. എത്ര മനോഹരമാണ് ആ അനുരാഗം. തിരികെ വന്നവൾ അരുന്ധതിയുടെ അരികിലേക്കാണ് പോയത്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൾ നോക്കിയപ്പോൾ ഫോൺ അടിക്കുന്നു. അവൾ ഫോൺ എടുത്തു. അച്ഛനാണ്. പെട്ടെന്ന് ഫോൺ ചെവിയോട് ചേർത്തു. വളരെ ഉത്സാഹത്തോടെയാണ് അവൾ സംസാരിച്ചത്. അച്ഛനും പറയാനുണ്ടായിരുന്ന സന്തോഷം നിറഞ്ഞ ഒരുപാട് കാര്യങ്ങളായിരുന്നു. അമ്മ ചെറുതായി എഴുന്നേറ്റിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്. വലിയ സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അവൾക്കത്. സന്തോഷപൂർവ്വം മുറിയിലേക്ക് ഓടിച്ചെന്ന് അവൾ കാണുന്നത് ബാൽക്കണിയിൽ നിൽക്കുന്ന മിഥുനെയായിരുന്നു. പിന്നിലൂടെ അവനെ പുണർന്നു. ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയാൽ അവൻ പോലും അത്ഭുതപ്പെട്ടു പോയി. അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ ചോദിച്ചു, എന്തു പറ്റി? പെട്ടെന്നൊരു സ്നേഹം? കുറച്ചു മുൻപ് നടന്ന കാര്യങ്ങളുടെ ആഫ്റ്റർ എഫക്ഷൻ ആണോ? അവൻ പുഞ്ചിരിയോടെയാണത് ചോദിച്ചത്. ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചപ്പോൾ അവൾ ഒന്ന് ആ മുഖത്തേക്ക് കൂർപ്പിച്ചു നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ ഒന്നുകൂടെ കൈകളാൽ അവനെ ഒന്ന് പുണർന്നു. സന്തോഷത്തോടെ അവളുടെ മുഖത്തേക്ക് നെറ്റി അമർത്തിക്കൊണ്ട് ചേർന്ന് നിന്ന് അവൻ ചോദിച്ചു, അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ എഴുന്നേറ്റിരുന്നു എന്ന് പറഞ്ഞു. ഓ, എനിക്ക് പിന്നെ ഡെവലപ്മെന്റ് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. അവൻ നല്ല ഡോക്ടറാണ്. കൈ തൊട്ടാൽ തന്നെ രോഗങ്ങളൊക്കെ മാറുമെന്നാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. ആയുർവേദവും ഹോമിയോപ്പതിയും അങ്ങനെ എന്തൊക്കെയോ പ്രത്യേകതകൾ നിറഞ്ഞ ചികിത്സാ രീതികളാണ് അവൻ്റെ ഒരു സ്റ്റൈല്. എന്തൊക്കെയായാലും സാരമില്ല, അമ്മ ഒന്ന് എഴുന്നേറ്റിരുന്നല്ലോ, അത് തന്നെ ധാരാളം. എന്നെ ഒരുപാട് സന്തോഷത്തിലാഴ്ത്തുന്ന വാക്ക് അത് തന്നെയായിരുന്നു. അമ്മ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്നറിയൂ. ആ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നടത്തിത്തരും, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. എനിക്കങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല, എല്ലാം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. എൻ്റെ ആഗ്രഹങ്ങൾ വളരെ ചെറുതായിരുന്നു. പക്ഷേ ഞാൻ ആഗ്രഹിച്ചതിലും സ്വപ്നം കണ്ടതിലും ഒരുപാട് വലുതാണ് എനിക്ക് ലഭിച്ചത്. അത് കാണാൻ ഏട്ടനില്ലല്ലോ എന്ന വിഷമം മാത്രമേ ഉള്ളൂ. എൻ്റെ സന്തോഷം നിറഞ്ഞ ജീവിതം കാണാൻ കഴിഞ്ഞില്ല. എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാനൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കുന്നതെന്ന് അറിയുമോ? ഹൃദയം തുറന്ന് സന്തോഷിക്കുന്നതൊക്കെ കാണാൻ ഏട്ടൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അവളുടെ മിഴികൾ നിറഞ്ഞു. തൻ്റെ ഏട്ടൻ എന്താ പറ്റിയത്? ആകാംക്ഷയോടെ അവൻ അവളോടായി ചോദിച്ചു. അറിയില്ല, ഒരു ദിവസം വൈകുന്നേരം പോയതാ. ഒരുപാട് ക്യാഷായി തിരകെ വരുമെന്ന് പറഞ്ഞു. പഠിക്കുന്ന കാലത്തെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അന്നത്തെ കാലത്തെ കുട്ടികളെ ഇടുന്ന വെള്ളക്കല്ലിൽ ലോക്കറ്റുള്ള ഒരു നേർത്ത സ്വർണ്ണമാല. ഒരിക്കൽ എപ്പോഴും ഞാൻ ചേട്ടനോട് പറഞ്ഞു, അത് വാങ്ങിത്തരാൻ പറ്റില്ലല്ലോ എന്ന വിഷമമായിരുന്നു. വരുമ്പോൾ അതുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഏട്ടൻ പോയത്. എന്നെ പറ്റിക്കാനാണെന്ന് ഞാൻ കരുതിയത്. പക്ഷേ പിന്നെ ചിന്ന ഭിന്നമായി പോലെ ശരീരത്തിൽ നിന്നും ഒരു റോസ് പൊതി കിട്ടിയിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ 3.5 ഗ്രാം വരുന്ന ഒരു നേർത്ത മാലയും ലോക്കറ്റുമായിരുന്നു. ആ ലോക്കറ്റ് വെള്ളക്കല്ലായിരുന്നു. അതെങ്ങനെ ഏട്ടനുണ്ടാക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ അതെനിക്ക് ഉറപ്പാണ്, അതിൽ കൂടുതൽ പണം ഏട്ടനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നെ ആരൊക്കെയോ പറഞ്ഞു. പക്ഷെ ഒന്നും കിട്ടിയില്ല. ആ മാല വിറ്റാണ് സംസ്കാര ചടങ്ങുകളെല്ലാം നടത്തിയത്. അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഏട്ടൻ പോയത്. അപ്പോഴേക്കും അവൾ കരഞ്ഞു തുടങ്ങിയിരുന്നു. കരയാതെ, ഞാൻ വെറുതെ ചോദിച്ചതാ. തനിക്ക് ഇത്രയും വിഷമമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചോദിക്കില്ലായിരുന്നു. അവളെ തന്നോട് ചേർത്ത് നിർത്തി വിരലുകളെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ അവളോടായി പറഞ്ഞു, ഏട്ടനെ കുറിച്ച് ആലോചിച്ച എനിക്ക് സങ്കടം വരും. സോറി കണ്ണേട്ടാ. എന്തിനു സോറി പറയുന്നേ? നമ്മൾ തമ്മിൽ ഇങ്ങനെയുള്ള ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. നിന്റെ ഏത് വികാരങ്ങളും മനസ്സിലാക്കേണ്ടത് ഞാനാണ്. അതുപോലെ തന്നെ തിരിച്ചും എൻ്റേത് നീയാണ് മനസ്സിലാക്കേണ്ടത്. അതിനിടയിൽ ആവശ്യമുള്ള വിഷമം വരുന്നെങ്കിൽ കരഞ്ഞോളൂ. പക്ഷേ കരഞ്ഞു തീർക്കണം. ഉള്ളിലിട്ട് വേദനിക്കരുത്. ഈ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കാണുന്നത് എനിക്കിഷ്ടമല്ല. പിന്നിലൂടെ അവളുടെ കഴുത്തിൽ മുഖം ചേർത്ത് അവളെ ചേർത്ത് നിർത്തി അവളോടായി പറഞ്ഞു അവൻ. എന്ത് കണ്ടിട്ടാണ് കണ്ണേട്ടൻ എന്നോട് ഇഷ്ടം തോന്നിയത്? കണ്ണേട്ടനെ പോലെ ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ മാത്രം ഒരു യോഗ്യത ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്നിട്ടും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിനർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരാൾക്ക് ഒരാളോട് സ്നേഹം തോന്നാൻ ഒരു മാനദണ്ഡങ്ങളുടെ ആവശ്യമില്ല. അത് തനിക്കറിയില്ലേ? പിന്നെ നിന്നോട് എനിക്ക് സ്നേഹം തോന്നിയതിൻ്റെ കാരണം എനിക്കറിയില്ല. എന്തൊരു ജന്മബന്ധം പോലും എൻ്റെ മനസ്സിൽ നീയില്ലാതെ പറ്റില്ലെന്ന് പറയുന്നത് പോലെ. ജീവിതത്തിൽ നിരവധി സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പല ആളുകളുമായി എനിക്ക് സൗഹൃദവും ഉണ്ടായിട്ടുണ്ട്. ഷികയ്ക്ക് മുൻപ്, ഷികയ്ക്ക് ശേഷവും എന്നെ പ്രപ്പോസ് ചെയ്തവരുണ്ട്. അവർക്കൊന്നുമില്ലാത്ത എന്തോ ഒരു പ്രത്യേകത അത് നിനക്ക് തോന്നി. ആദ്യം മുതൽ തന്നെ ഇതെൻ്റെയാണെന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് നിന്റെ വീട്ടിൽ സമ്മതിക്കുമോ എന്നോർത്ത് ഞാൻ ടെൻഷൻ അടിച്ച രാത്രി. ഒക്കെ ഒരു നാടകമാണെന്ന് അറിയാമായിരുന്നെങ്കിലും എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഒരു പക്ഷേ നിന്റെ വീട്ടിൽ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഈ ബന്ധം നടക്കില്ലല്ലോ എന്ന് എൻ്റെ മനസ്സറിഞ്ഞു വേദനിച്ചു.
അത് എന്തിനായിരുന്നു എന്ന് പിന്നീട് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം കിട്ടുന്നില്ല. അന്ന് ഞാൻ അറിഞ്ഞു എനിക്ക് വേണ്ടി കരുതി വെച്ചതാണ് എന്ന്. ഒരു നിയോഗം പോലെ നീ എന്നിലേക്ക് വന്നു ചേരുകയായിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. പരസ്പരം മറന്ന് രണ്ടുപേരും സ്വയം പുണർന്നു പോയിരുന്നു. ഒരു നിമിഷം അവരെ തിരക്കി വന്ന ലക്ഷ്മി ഈ കാഴ്ച കണ്ട് മനസ്സ് നിറഞ്ഞു നിന്നു.